ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും സുപ്രഭാതം, സുസ്വാഗതം, നമസ്കാരം. ശിവാനന്ദലഹരി തുടരാം. നമുക്ക് ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ഇന്നലെ എടുത്ത 2 ശ്ലോകങ്ങൾ 60ഉം 61ഉം ചൊല്ലാം. ഓം കലാഭ്യാം ചൂഡാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതബലാഭ്യാം ഭവതു മേ. ശിവാഭ്യാം അസ്തോഗത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തീധി കുല്യാ സരണിഷു പതന്തി വിജയതാം. ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനന്ദലഹരി. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജഡാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. 60-61 ശ്ലോകങ്ങൾ. രോദസ്തോയ ഹൃദഃ ശ്രമേണ പതികശ്ചായാം തരോർ വൃഷ്ടിതോ ബീദസ്വസ്ഥഗൃഹം ഗൃഹസ്ഥമതിഥിർദീനഃ പ്രഭും ധാർമ്മികം ദീപം സന്തമസാകുലശ്ച ശിഖിനം ശീതാവൃതസ്ത്വം തദാ ചേതഃ സർവഭയാവഹം വ്രജസുഖം ശംഭോഃ പദാംബോരുഹം. അങ്കോലം നിജബീജസന്തതിരയസ്കാന്തോ ബലം സൂചികാ സാധ്വീ നൈജ വിഭും ലതാക്ഷിതിരുഹം സിന്ധുഃ സരിദ്വല്ലഭം പ്രാപ്നോതിഹ യദാ തദാ പശുപതേഃ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേത്യ തിഷ്ഠതി സദാ സാ ഭക്തിരിത്യുച്യതേ. ഹരി ഓം. എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടെ നമസ്കാരം. ഇന്നലെ നമ്മൾ
2 ശ്ലോകങ്ങളാണ് കണ്ട, 60ഉം 61. അതിൽ 60ാമത്തെ ശ്ലോകത്തിൽ മനസ്സിനോട് പറഞ്ഞു, ഹേ ചേതസ്സേ, സർവഭയാപഹം ശംഭോഹോ പദാംബോരുഹം സുഖം വ്രജ. എല്ലാ ഭയങ്ങളിൽ നിന്നും അഭയത്തെ നൽകുന്നതായിരിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങളെ സുഖമായി ഗമിക്കൂ. വളരെ പ്രയാസരഹിതമാണ് ഭഗവാനെ ആശ്രയിക്കാനായിക്കൊണ്ട്. മറ്റ് ഈ ലോകത്തിലുള്ളതായിട്ടുള്ള ഓരോ അഭയങ്ങളെ പ്രാപിക്കുന്നത് വളരെ ക്ലേശമാണ്. എന്നിട്ടോ അതൊക്കെ താൽക്കാലികവുമാണ്. അതിനാണ് മറ്റു ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഒരു പ്രവാഹത്തിൽ ഒലിച്ചു പോകുന്നതായിട്ടുള്ള ഒരാൾ ഒരു തടത്തിന് വേണ്ടി, ഒരു തീരത്തിന് വേണ്ടി എങ്ങനെ ദാഹിക്കുമോ, എങ്ങനെ കൊതിക്കുമോ, അതുപോലെ എൻ്റെ മനസ്സെ നീ ഭഗവാന്റെ പാദ കമലങ്ങളെ പ്രാപിക്കാൻ ശ്രമിക്കൂ എന്നാണ്. അതുപോലെ ശ്രമേണ പതിക, വഴിയാത്രക്കാരൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു വൃക്ഷഛായയെ തിരയുന്നത്, അതും അയാൾക്ക് താൽക്കാലിക അഭയം മാത്രമാണ്. അയാളുടെ യാത്ര തുടരേണ്ടതുണ്ട്. അപ്പോഴും പിന്നെയും അയാൾക്ക് പ്രശ്നം തുടരും. എങ്കിലും അയാൾക്ക് അത്രയും തീവ്രമായിട്ടാണ് അയാൾ ഒരു തരുവിൻ്റെ ഛായയ്ക്ക് വേണ്ടി അലയുക. അതുപോലെ മഴയിൽ നിന്ന് ഭയപ്പെട്ടതായിട്ടുള്ള ഒരാൾ ഒരു ഗൃഹത്തിലേക്ക് ഓടിക്കയറാനായിക്കൊണ്ട് എത്ര തീവ്രമായി ശ്രമിക്കുമോ, അതുപോലെ ആപത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരാൾ, അതിഥി, ഒരു ഗൃഹസ്ഥനെ എങ്ങനെ സമീപിക്കുമോ, ഒരു ദീനനായിട്ടുള്ള ഒരാൾ ധാർമ്മികനായിട്ടൊരു പ്രഭുവിനെ എങ്ങനെ ശരണം പ്രാപിക്കുമോ, ഇരുട്ടത്ത് ഭയപ്പെട്ടതായിട്ടുള്ള ഒരാൾ ദീപത്തെ എങ്ങനെ തിരയുമോ, അതുപോലെ തണുപ്പത്ത് വറയ്ക്കുന്നതായിട്ടുള്ള ഒരാൾ അഗ്നിയെ തിരയുന്നത് പോലെ, ചൂട് കായാൻ തീ കായാനായിക്കൊണ്ട് തീയിനെ തിരയുന്നത് പോലെ, അതിനേക്കാൾ തീവ്രതയിൽ അലയോ മനസ്സേ ത്വം സർവഭയാപഹം ശംഭോഹോ പദാംബോരുഹം സുഖം വ്രജ. എല്ലാ ഭയങ്ങളെയും എന്നേക്കുമാക്കി തീർക്കുന്നതായിട്ടുള്ള അഭയസ്ഥാനമാണ് ഭഗവാന്റെ പാദകമലം. അതിനെയാണ് നീ ശരണം പ്രാപിക്കേണ്ടത്. അവിടെ നിനക്ക് എല്ലാ ഭയങ്ങളും നീങ്ങിക്കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് 61ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭക്തി എന്നുള്ളതിന് ചില ദൃഷ്ടാന്തങ്ങളിലൂടെ പറഞ്ഞു. ഏതുപോലെ ഏതുപോലെ എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം യാതൊരു പ്രേരണയും കൂടാതെ സ്വാഭാവികമായി ഈശ്വര അഭിമുഖമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പേരാണ് ഭക്തി. ഏതൊരു പ്രലോഭനങ്ങളോ പ്രേരണകളോ ഒന്നുമില്ലാതെ, അല്ലെ, പ്രഷർ കൊണ്ടോ ഒന്നുമല്ല. ചില ആളുകൾ പേടിച്ച് ദുഃഖം കൊണ്ട് ആർത്തനായിട്ട് ഭഗവാനെ ഭജിക്കും. അതെന്താ വെച്ചാൽ രോഗാദി ദുരിതങ്ങൾ, ദാരിദ്ര്യാദി പീഡകൾ, കള്ളന്മാരിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഉള്ള ഭയം, മരണഭയം ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ചിലര് ഭഗവാനെ ഭജിക്കുക. അത് അവിടെ ഒരു പ്രഷറുണ്ട്. അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവരെയാണ് അർത്ഥാർത്ഥികൾ എന്ന് പറയുക. അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. പ്രയോജനം അത് കാക്ഷിച്ചുകൊണ്ടാണ് അവർ ഭഗവാനെ പ്രാപിക്കുന്നത്. വേറെ ചിലര് ഭഗവാനെ അറിയാൻ വേണ്ടിയുള്ള ജിജ്ഞാസുക്കൾ ഭഗവാനെ ഭജിക്കും, ചിത്തശുദ്ധിക്കായിക്കൊണ്ടും മറ്റും. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ, അയാൾ ജ്ഞാനീ ഭക്തനുമാണ്. അയാൾക്ക് ഭഗവാനെ ഭജിക്കാതിരിക്കാനാവില്ല. എപ്പോഴും ഭഗവത് സ്മരണ സ്വാഭാവികമായിട്ടുണ്ടാവും അയാൾക്ക് ഭഗവാനെ മറക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഭഗവാനെ മറന്നാലല്ലേ സ്മരിക്കേണ്ടതുള്ളൂ, അല്ലേ? എന്നും ഭഗവാനെ സ്മരിക്കുന്നവരാണ് യഥാർത്ഥ ഉത്തമ ഭക്തന്മാര്, പരമഭക്തന്മാര്. അവരാണ് ജ്ഞാനീ ഭക്തന്മാരെന്നൊക്കെ ഭഗവത്ഗീതയും മറ്റൊക്കെ പറയുക. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രഷർ കൊണ്ടോ ഭയപ്പെട്ടുകൊണ്ടോ ഒക്കെ ആവാം ഭഗവാനെ ഭജിക്കുന്നത്. ഇവിടെ ഉദാഹരണം പറയുന്നു, പ്രകൃതിയിൽ നൈസർഗികമായി സംഭവിക്കുന്ന ചില കൂടിച്ചേരലുകൾ എന്തൊക്കെയാണ്? അങ്കോലം നിജ ബീജസന്തതി. അങ്കോലം എന്നുള്ളതായിട്ടുള്ള അഴിഞ്ഞില്ലെന്നതായിട്ടുള്ള വൃക്ഷം, അതിൻ്റെ വിത്ത് വീണ് കഴിഞ്ഞാലും തിരിച്ച് അതിൻ്റെ ഞെട്ടിലേക്ക് തന്നെ ചെന്ന് പ്രാപിക്കുന്നു. അതൊരു പ്രകൃതി സ്വഭാവമാണത്. അതുപോലെ അയസ്കാന്തോബലം സൂചിക. ഒരു സൂചി
ഇരുമ്പിന്റെ കാന്തം കണ്ടു കഴിഞ്ഞാൽ ആ കാന്തത്തിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു. സാധ്വി നൈജ വിഭും, ഒരു പതിവ്രതയായിട്ടുള്ള സ്ത്രീ തന്റെ ഭർത്താവിനെ പ്രാപിക്കാനായിക്കൊണ്ട് വെമ്പൽ കൊള്ളുന്നു. ലതാ ക്ഷിതിരുഹം, ഒരു വള്ളി ഒരു വൃക്ഷത്തിലേക്ക് കയറാനായിക്കൊണ്ട് സ്വാഭാവികമായി പ്രയത്നിക്കുന്നു. സിന്ധുഹു സരിദ്വല്ലഭം, ഒരു നദി അതിന്റെ ഭർത്താവായ സമുദ്രത്തെ പ്രാപിക്കാനായിക്കൊണ്ട് വെമ്പൽ കൊള്ളുന്നു. അങ്ങനെ ഇവരെയൊന്നും തടഞ്ഞാലും നിൽക്കില്ല. എത്ര പ്രാവശ്യം നിങ്ങൾ തടഞ്ഞു നോക്കിക്കോളൂ, ഇനിയും അതിന്റെ ആഭിമുഖ്യം ഈ പറഞ്ഞതിനോടായിരിക്കും. എങ്ങനെയെങ്കിലും ചെന്ന് ചേരാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രാപ്നോതി ഇഹ യഥാ, ഇഹ യഥാ പ്രാപ്നോതി, ഈ ലോകത്ത് എങ്ങനെയാണോ ഇവരെല്ലാം തമ്മിൽ കൂടിച്ചേരുന്നത്, തഥാ പശുപതേഹേ പാദാരവിന്ദദ്വയം ചേതോവൃത്തി ഉപേത്യ തിഷ്ഠതി സദാ, അതുപോലെ ആ പശുപതിയുടെ പാദാരവിന്ദദ്വയങ്ങളിലേക്ക് ചേതോവൃത്തികൾ പ്രാപിച്ച് അതിൽ വിശ്രമിക്കുന്നു. സാ ഭക്തി രിത്യുച്ഛതി, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. നാരദ ഭക്തി സൂത്രം ആരംഭിക്കുന്നത് തന്നെ അതാതോ ഭക്തിം വ്യാഖ്യാസ്യാമഹ എന്ന് ആരംഭിച്ച് നാരദൻ പറയാണ്, സാധു അസ്മിൻ പരമപ്രേമരൂപ, അവനവന്റെ ഇഷ്ടദേവനിൽ ഈശ്വരനിൽ ഉള്ള പരമപ്രേമമാണ് ഭക്തി. ആ പരമപ്രേമം ഗംഗാപ്രവാഹം എങ്ങനെയാണോ സമുദ്രത്തെ നോക്കി കുതിച്ചു പായുന്നത്, അതുപോലെയുള്ളതായിട്ട് സ്വാഭാവികമായിട്ടൊരു പ്രേമമാണ്. അപ്പൊ ആ ഈശ്വരനെ മറക്കുക എന്നുള്ളത് പരമവ്യാകുലത ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ എന്ന് പറയാം. അപ്പൊ അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭക്തി ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു നേരമോ കാലമോ സാഹചര്യമോ തീർത്ഥാടനങ്ങളോ ക്ഷേത്ര ദർശനങ്ങളോ ഒന്നും ആവശ്യമില്ല. അവരെപ്പോഴും അവരെവിടെ ഇരിക്കുന്നോ അവിടെ ഭഗവാനുണ്ട്. അവരുടെ ഹൃദയമാണ് ഭഗവാന്റെ ക്ഷേത്രം. അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ നിത്യവാസം ചെയ്യുന്നു. നമ്മുടെ അധ്യാത്മരാമായണത്തില് രാമൻ അരണ്യകാണ്ഡത്തിൽ വനത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഭരദ്വാജാശ്രമ പ്രവേശമൊക്കെ കഴിഞ്ഞ് പിന്നീട് വാത്മീകി ആശ്രമത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ വാത്മീകിയോട് ചോദിക്കുന്നുണ്ട്, അതേ അങ്ങയെ പോലെയുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യത്തില് സത്സംഗം ചെയ്തുകൊണ്ട് എനിക്കിവിടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും നല്ല പ്രകൃതി രമണീയമായിരിക്കുന്ന സ്ഥലം ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞുകൂടണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് വാത്മീകി പറയുന്ന എഴുത്തച്ഛന്റെ വാചകങ്ങളാണ് അതിമനോഹരം. ഒരു 9 സ്ഥാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോന്നും എന്താ പറയുന്നത്, ഓരോ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഉത്തമനായിട്ടുള്ള മനുഷ്യന്റെ എന്തൊക്കെ ഹൃദയ ഗുണങ്ങൾ വേണോ, ആന്തരിക ഗുണങ്ങൾ വേണോ, ആ ഗുണങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഒരാളുടെ സ്വാന്തം, അവന്റെ അന്ധക്കരണം അങ്ങേക്ക് വാസസ്ഥലമായി ഭവിക്കട്ടെ എന്ന് എണ്ണി 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 9 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ സാധനകളെ കൊണ്ട് ശുദ്ധീകരിച്ച, സത്സ്വഭാവം കൊണ്ട് ശുദ്ധീകരിച്ചതായിട്ടുള്ള ഹൃദയങ്ങളാണ് ഭഗവാന് നിത്യവാസത്തിന് യോഗ്യമായിട്ടുള്ള സ്ഥലം. അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വസിച്ചാലും എന്ന് രാമനോട് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. കാരണം വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുക. അപ്പൊ അതുപോലെ ഇവിടെ ഭക്തജനങ്ങളുടെ ഹൃദയം വിട്ട് ഭഗവാൻ പോകുന്നില്ല. അവരുടെ ഓരോരുത്തരുടെയും ആത്മസ്വരൂപനാണ് ഭഗവാൻ. ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് ആവില്ല. ഒരു നിമിഷം പോലും ഭഗവാനെ വിസ്മരിക്കാനാവില്ല അവർക്ക് എന്ന് പറയാം. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഭക്തിയുടെ ലക്ഷണം പറഞ്ഞു. 62-ാം ശ്ലോകം നോക്കാം നമുക്ക്. ഇവിടെ ഭക്തിയെ ഒരു ചെറിയ ശിശുവായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അല്ല, ഭക്തനെ ശിശുവായിട്ട്, ഭക്തിയെ മാതാവായിട്ട്. ഒരു മാതാവ് എങ്ങനെയാണോ ഒരു കൊച്ചു ശിശുവിനെ രക്ഷിക്കുന്നത്, അതുപോലെ ഭക്തി ഭക്തനെ രക്ഷിക്കുന്നു എന്ന് പറയുകയാണ് 62-ാം ശ്ലോകം. അപ്പോൾ എങ്ങനെയൊക്കെയാണോ ഒരമ്മ വാത്സല്യപൂർവം വേണ്ട സുരക്ഷയും ഭക്ഷണവും എല്ലാം കൊടുത്ത് താലോലിച്ച് ആ ശിശുവിനെ പാലിക്കുന്നത്, രക്ഷിക്കുന്നത്, അതിനോട് ഉപമിക്കുകയാണ് ഭക്തി ഭക്തനെ രക്ഷിക്കുന്നതിന്.
ശ്ലോകം വായിച്ച് അർത്ഥം കാണാം. ആനന്ദാശ്രുവിരാതനോതി പുളകം നൈർമല്യത ഛാദനം വാചാശങ്കമുഖേ സ്ഥിതൈശ്ച ജഡരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർഭസിതേന ദേവവപുഷോ രക്ഷാം ഭവദ്ഭാവനാ പര്യങ്കേ വിനിവേശ്യ ഭക്തിജനനീ ഭക്താർഭകം രക്ഷതി. ആനന്ദാശ്രുവിരാതനോതി പുളകം നൈർമല്യതശ്ചാദനം വാചാശങ്കമുഖേ സ്ഥിതൈശ്ച ജഡരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർഭസിതേന ദേവവപുഷോ രക്ഷാം ഭവദ്ഭാവനാ പര്യങ്കേ വിനിവേശ്യ ഭക്തിജനനീ ഭക്താർഭകം രക്ഷതി. അതിന്റെ മലയാള പരിഭാഷ നോക്കാം. ആനന്ദ കണ്ണുനീരാൽ അരുളി പുളകവും സ്വച്ഛമാം മുണ്ടുമേകി ശങ്കിനുള്ളിൽ സ്ഥിതം നിൻ ശുഭചരിതമതെ കൊണ്ടു മാറ്റി വിശപ്പും രുദ്രാക്ഷം ഭസ്മമെന്നീ വഴിയുടലതിനെ വേണ്ട പോൽ രക്ഷ ചെയ്തും രുദ്രാക്ഷം ഭസ്മമെന്നീ വഴിയുടലതിനെ വേണ്ട പോൽ രക്ഷ ചെയ്തും നിൻ ധ്യാനക്കട്ടിലിന്മേൽ ശിശു സമമിവനെ ഭക്തിയാം അമ്മ കാക്കും. ശിശു സമം ഇവനെ ഭക്തിയാം അമ്മ കാക്കും. അപ്പോ എങ്ങനെയൊക്കെയാണ് ഒരമ്മ ഒരു ശിശുവിനെ, ശിശു എന്ന് പറയുമ്പോൾ തൊട്ടിൽ കിടക്കുന്ന പാല് കുടിക്കുന്ന പ്രായമാണ്, അല്ലാതെ എണീച്ച് നടക്കാറായിട്ടില്ല. ഇവിടെ അർഭകം എന്നാണ് സംസ്കൃതത്തിൽ പറഞ്ഞത്, ഭക്താർഭകം രക്ഷതി എന്ന്. അപ്പോൾ അർഭക പ്രായം എന്ന് പറഞ്ഞാൽ ശൈശവം തന്നെയാണ്. എന്താ വെച്ചാല് കിട്ടിയതൊക്കെ വലിച്ചെറിയുക, നിലവിളിക്കുക ഒക്കെ ചെയ്യുന്ന പ്രായത്തിനാണ് അർഭകപ്രായം എന്ന് പറയുന്നത്. ഒതുക്കൊന്നുമില്ല, അടക്കം ഒതുക്കൊന്നുമില്ല, നിലവിളിച്ച് കരയും, അതുപോലെ കിട്ടിയതൊക്കെ നശിപ്പിക്കും, വലിച്ചെറിയും, ഉടയ്ക്കും, അങ്ങനെയൊക്കെയുള്ള പ്രായം. അതാണ് അർഭക. അപ്പൊ അവിടെ ആ ശൈശവത്തെ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭക്താർഭകം ഭക്തിജനനീ രക്ഷതി. ഭക്ത അർഭകനെ, ഭക്തനാകുന്ന ശിശുവിനെ ഭക്തിയാകുന്ന ജനനി രക്ഷിക്കുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു അമ്മ രക്ഷിക്കുന്നത് അതുപോലെ എന്ന് പറയണം. അപ്പൊ ഇവിടെ ആനന്ദാശ്രുഭിഃ ആതനോതി പുളകം നൈർമല്യതശ്ചാദനം വാചാ ശങ്കമുഖേ സ്ഥിതൈശ്ച ജഡരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർഭസിതേന ദേവ വപുഷോ രക്ഷാം ഭവദ്ഭാവനാ പര്യങ്കേ വിനിവേശ്യ ഭക്തിജനനി ഭക്താർഭകം രക്ഷതി എന്നാണ്. അതുകൊണ്ട് ദേവ എന്നൊരു സംബോധനയുണ്ട്. ഭഗവാനോട് തന്നെ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഭക്തിജനനി ഭക്തിയാകുന്ന അമ്മ ഭക്താർഭകം എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഭക്തനാകുന്ന മകനെ, ബാലനെ, ശിശുവിനെ രക്ഷിക്കുന്നത് ഭവദ്ഭാവനാ പര്യങ്കേ വിനിവേശ്യ, അങ്ങയുടെ ഭാവന അഥവാ ധ്യാനമാകുന്ന കട്ടിലിലാണ് കിടത്തി ശയിപ്പിക്കുന്നത്, വിനിവേശ്യ. എന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ആനന്ദാശ്രുഭിഃ പുളകം ആതനോതി, ആ അമ്മയുടെ കണ്ണുനീര് കൊണ്ട് തന്നെ ഈ ഉണ്ണിയുടെ ശരീരത്തില് പുളകത്തെ ജനിപ്പിക്കും. അപ്പൊ അമ്മയുടെ കണ്ണുനീര് ആനന്ദാശ്രുക്കളാണ്. ഈ ഉണ്ണിയെ കാണുമ്പോൾ ഉണ്ടാവുന്ന, കുട്ടിയെ കാണുമ്പോൾ ഉണ്ടാവുന്ന അശ്രുക്കള്. ആ അശ്രുക്കള് ഈ കുട്ടിയുടെ മേലെയൊക്കെ ചിലപ്പോൾ വീഴും. അപ്പൊ കുട്ടിയുടെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവും. അതുപോലെ കുട്ടിക്കും ആനന്ദാശ്രുക്കളും രോമാഞ്ചവും ജനിക്കും അമ്മയെ കാണുന്നതോട് കൂടിയിട്ട്. അപ്പൊ അങ്ങനെ ആനന്ദാശ്രുക്കളെ കൊണ്ട് രോമാഞ്ചം ഉണ്ടാക്കുകയും നൈർമല്യതശ്ചാദനം, മനസ്സിന്റെ നിർമ്മലത കൊണ്ട്, ആഗ്രഹമില്ലായ്മ കൊണ്ട് ഒക്കെ ചാദനം, ഒരു പുതപ്പ് പുതയ്ക്കും. അപ്പോൾ രോമാഞ്ചം, പുതപ്പ് ഒക്കെ ഇവിടെ അമ്മ ചെയ്യുന്നത് പോലെ
ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ചാതനം ഉണ്ടാക്കുന്നത്? നമ്മുടെ ഭക്തിജനനി ഉണ്ടാക്കുന്നത് നിർമ്മലമായിട്ടുള്ളൊരു പുതപ്പാണ്, നിഷ്കളങ്കമായിട്ടുള്ള സ്വച്ഛമായിട്ടുള്ള ഒരു പുതപ്പ് കൊണ്ട്, ഒരു ഷീറ്റ് കൊണ്ട് ചാതനം ചെയ്യുന്നു. അപ്പൊ നൈർമല്യത ചാതനം, ഇവിടെ നിർമ്മലമായിട്ടുള്ള നിഷ്കളങ്കത കൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഭക്തി ഈ ഭക്തനെ ആച്ഛാദനം ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധനായിത്തീരുന്നു അവൻ. വാചാ ശംഖമുഖേ സ്ഥിതൈഹി ചരിത്രാമൃതൈഹി ജഡരാപൂർത്തി. ജഡരാപൂർത്തി എന്ന് പറഞ്ഞാൽ ജഡരം വയറ്, ആപൂർത്തി നിറയ്ക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു അമ്മ ഉണ്ണിയെ വയറ് നിറയ്ക്കുക? സാധാരണ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഈ ശംഖ് പോലെയുള്ളതായിട്ടുള്ളൊരു ഓടം ഉണ്ട്, ഒരു സ്പൂണ് പോലെ. സ്പൂണല്ല, അത് ശംഖ് എന്നാ പറയുക അതിന്. അതിലാണ് നമുക്ക് പല ദ്രവ്യങ്ങളും അല്ലെങ്കിൽ കോറ തരിക, ഈ കൂളൊക്കെ ഇതാക്കിയിട്ട് വായിലേക്ക് ഒഴിച്ചു തരുന്നത്, ലിക്വിഡ് പോലെ ഫോമിലാക്കിയിട്ട് ആ ശംഖു കൊണ്ടാണ് ഒഴിച്ചു തരിക. അപ്പൊ ആ ശംഖിനെയാണ് ഇവിടെ പറഞ്ഞത് വാചാ ശംഖമുഖേ സ്ഥിതൈ. വാക്കുകളാകുന്ന ശംഖുകളുടെ മുഖത്തിൽ നിറച്ചിരിക്കുന്ന, ആ ശംഖുമുഖത്തിൽ നിറച്ചിരിക്കുന്നതായിട്ടുള്ള ചരിത്രാമൃതൈഹി ജഡരാപൂർത്തി ആതനോതി. ഭഗവാന്റെ ചരിത്രമാകുന്ന അമൃതം കൊണ്ട്. അപ്പൊ വാക്കുകളാണ് ഇവിടുത്തെ ശംഖ്, ഭഗവാന്റെ ചരിത്രമാണ് അമൃതം. എങ്ങനെയാണോ അമ്മമാര് അമൃത സമാനമായ പാലോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോ ആ ശംഖു കൊണ്ട് ഉണ്ണികളുടെ വായിലേക്ക് കൊടുക്കുന്നത്, അതുപോലെ വാക്കുകളാകുന്ന ശംഖു കൊണ്ട്, അത് വേദവാക്കുകള്, പുരാണ വാക്കുകള് എന്നൊക്കെ അർത്ഥമാണ് അവിടെ. ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള കീർത്തനങ്ങള്, പുരാണ ഇതിഹാസങ്ങള്, വേദവാക്കുകള്, അതൊക്കെയാണ് വാക്ക്. വാചാ ശംഖമുഖസ്ഥിതി. അങ്ങനെ ചരിത്രാമൃതൈഹി എന്ന് പറഞ്ഞു. ഭഗവാന്റെ ചരിത്രങ്ങൾ ഈ വേദങ്ങളില്, ശ്രീരുദ്രം മുതലായിട്ടുള്ള സ്തോത്രങ്ങളില്, അതുപോലെ പുരാണങ്ങളില്, ശിവപുരാണം മുതലായിട്ടുള്ള പുരാണങ്ങളിലൊക്കെ ഉള്ളതായിട്ടുള്ള ആ ചരിത്രാമൃതങ്ങളെ കൊണ്ട് ജഡര ആപൂർത്തിം ആതനോതി. ഈ ഉണ്ണിക്ക് എങ്ങനെയാണോ വയറ് നിറയ്ക്കുക, അതുപോലെ ഈ ഭക്തന് ആപൂർത്തി, തൃപ്തി ഉണ്ടാക്കുന്നത് ഈ ചരിത്രങ്ങളെ കൊണ്ടാണ് എന്നറിയാം. അതുപോലെ രുദ്രാക്ഷൈ ബസിതേന വപുഷഃ രക്ഷാം ആതനോതി. രുദ്രാക്ഷം ഭസ്മം മുതലായതുകൊണ്ട്, രുദ്രാക്ഷത്തെ കയ്യിലും കഴുത്തിലൊക്കെ മാലയാക്കി കെട്ടിയിട്ടും ഭസ്മം കൊണ്ട് ശരീരത്തിൽ ലേപനം ചെയ്തുകൊണ്ടും രക്ഷാമാതനോതി. അങ്ങനെ അമ്മ ഈ കുട്ടിക്ക് വേണ്ട രക്ഷാമന്ത്രങ്ങളെ, അല്ലെ, കുട്ടികളായിരിക്കുമ്പോൾ, ശിശുക്കളായിരിക്കുമ്പോൾ പലതരത്തിൽ കയ്യിൽ ചരട് കെട്ടുകയോ അല്ലെങ്കിൽ ഊതുക, കണ്ണ് തട്ടുന്നതിന് ഈ ഉപ്പും മുളകൊക്കെ ഒഴിഞ്ഞ് അടുപ്പിൽ കൊണ്ടിടുക, ഇങ്ങനെയൊക്കെ പല രക്ഷാപ്രവൃത്തികളുണ്ട്. നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ നമ്മുടെയൊക്കെ ബാല്യത്തിൽ ചെയ്തിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും ഇല്ലാതായി. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും ബാലപീഡകളും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രക്ഷകളൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ. ബാലരക്ഷ എന്ന് പറയും, നിത്യവും സന്ധ്യാകുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നു. കാരണം പകല് പലരും വന്ന് കുട്ടികളെ കണ്ടിട്ട് പോകും. അപ്പൊ കുട്ടികളെ കണ്ടിട്ട് പോയി അവരുടെയൊക്കെ കണ്ണ് തട്ടും എന്ന് പറയും. കണ്ണ് തട്ടിയാൽ അസുഖം വരും, കൊതി വരിക എന്ന് പറയും. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി നിൽക്കാൻ പാടില്ല ആരും. അപ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ളവർ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൊതി തട്ടുക എന്ന് പറയും. അപ്പൊ ആ കുട്ടിക്ക് പിന്നെ വയറുവേദന, വയറ്റിളക്കം, ഛർദി ഒക്കെ വരും. അപ്പൊ അതിനൊക്കെ പ്രതിവിധികൾ നമ്മുടെ മുത്തശ്ശിമാര് ദിവസവും വൈകുന്നേരം സന്ധ്യ നേരത്ത് പല പണികളുണ്ട് അവരുടെ. പല ജപിച്ച് ഭസ്മം കൊണ്ട് ജപിക്കല്, ഭസ്മം കുറി തൊടല്, അതോടൊപ്പം തന്നെ ഉപ്പും മുളകും ഒക്കെ തലയ്ക്കും ശരീരത്തിനൊക്കെ ഒഴിഞ്ഞിട്ട് ചില അവരുടേതായിട്ടുള്ള നാടൻ ചില ശീലുകളിലുള്ള ചൊല്ലലുകളൊക്കെ ഉണ്ട്, ചില മന്ത്രം ചൊല്ലുന്നത് പോലെ. അങ്ങനെ അന്ന് മുഴുവൻ വന്നവരുടെ കണ്ണൊന്നും തട്ടാതെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പിനെയും മുളകിനെയും ഒക്കെ കൊണ്ടുപോയിട്ട് അടുപ്പില് കനലിൽ കൊണ്ടുപോയിട്ടാൽ അത് പൊട്ടിത്തെറിക്കുന്നത് പോലെ ഇവരുടെ കണ്ണൊക്കെ പൊട്ടിത്തെറിച്ചു പോകും. എന്നുവെച്ചാൽ ഇവരുടെ കണ്ണ് ദോഷങ്ങൾ, ദൃഷ്ടി ദോഷങ്ങൾ നശിച്ചു പോകും എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില രക്ഷകൾ അമ്മമാര് കുട്ടികൾക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ രുദ്രാക്ഷം ധരിപ്പിച്ചുകൊണ്ടും ഭസ്മം ധരിപ്പിച്ചുകൊണ്ടും ഈ ഭക്തിയാകുന്ന അമ്മ ഭക്തന്റെ ഈ ഭക്തിയാകുന്ന ശിശുവിനെ രക്ഷിക്കുന്നു എന്നർത്ഥം. കാരണം ഇതൊക്കെ ഭക്തിയെ രക്ഷിക്കുവാനുള്ള ഓരോരോ ചടങ്ങുകളാണ്. ആ ഭക്തിയുടെ പോഷണ, പാലന, സംരക്ഷണ പ്രവൃത്തികളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. നമ്മുടെ ഭക്തി നിലനിൽക്കാനായിക്കൊണ്ടാണ് നമ്മൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതുപോലെ
ഈ ഭക്തിയാകുന്ന അമ്മ തന്നെ ഈ ഭക്തനാകുന്ന ശിശുവിനെ രക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഒരിക്കൽ കൂടെ അതിൻ്റെ മലയാളവും കൂടി ചൊല്ലി നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ആനന്ദ കണ്ണുനീരാൽ അരുളി പുളകവും സ്വച്ഛമാമുണ്ടുമേകി ശംഖിനുള്ളിൽ സ്ഥിതം നിൻ ശുഭചരിതമതെ കൊണ്ടു മാറ്റി വിശപ്പും രുദ്രാക്ഷം ഭസ്മമെന്നീ വഴിയുടലതിനെ വേണ്ട പോൽ രക്ഷ ചെയ്തും നിൻ ധ്യാനക്കട്ടിലിന്മേൽ ശിശു സമമിവനെ ഭക്തിയാമമ്മ കാക്കും. ആനന്ദാശ്രുവിരാതനോതി പുളകം നൈർമല്യദശ്ചാദനം വാചാശങ്കമുഖേ സ്ഥിതൈശ്ച ജഠരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർബസിതേന ദേവവപുഷോ രക്ഷാം ഭവദ്ഭാവനാപര്യങ്കേ വിനിവേശ്യ ഭക്തിജനനീ ഭക്താർഭകം രക്ഷതി. ഭക്തിജനനി രക്ഷാമാതനോതി ഭക്താർഭകം രക്ഷതി. എല്ലാ തരത്തിലുള്ള രക്ഷയെയും ചെയ്യുന്നു, ഭക്തനാകുന്ന ശിശുവിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുള്ള എന്താ പറയുക, ഭക്തിയെ രക്ഷിക്കുവാനുള്ള ചടങ്ങുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതൊക്കെ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ഭക്തിയെ നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ബാഹ്യ ചടങ്ങുകളെല്ലാം തന്നെ ഭക്തിയെ പോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയുക. അതിൽ പ്രധാനം നമ്മുടെ പോഷണം എന്താണ്? നമ്മുടെ ഭക്ഷണമാണ്, അല്ലേ? അപ്പൊ അത് ഏതായിരുന്നു? ഭഗവാന്റെ ചരിത്രാമൃതം. ആ ചരിത്രാമൃതം തന്നെയാണ് ഭക്തിയെ പോഷിപ്പിക്കുക. അതുപോലെ രുദ്രാക്ഷവും ഭസ്മവും ഒക്കെ ധരിക്കുന്നതൊക്കെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും എന്നർത്ഥം. എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കും. രുദ്രാക്ഷം കെട്ടുന്നതും ഭസ്മം ധരിക്കുന്നതും ഒക്കെ ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഭഗവാന്റെ ഭക്തനാണ് എന്നുള്ള ഓർമ്മ നിലനിർത്തും. ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധാരണക്കാർക്ക് മറന്നുപോകും. ഒരു യൂണിഫോം ഇട്ട പോലീസുകാരൻ എങ്ങനെയാണോ താൻ പോലീസുകാരനാണ്, തൻ്റെ ഡ്യൂട്ടി ഇപ്പം ഇന്നതാണ് എന്നുള്ളൊരു ബോധം അയാൾക്കൊരു അഭിമാനം ഉണ്ടാവുമല്ലോ. അയാൾ അതിൽ നിന്ന് മറിച്ചൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ, അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ യൂണിഫോം നിശ്ചയിച്ചിരിക്കുന്നത് അതാത് പ്രവൃത്തികളെ, അവരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുപോലെയാണ് ഈ ഭക്തന്മാർ ധരിക്കുന്നതായിട്ടുള്ള ചില ചിഹ്നങ്ങള് അവർക്ക് അവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പൊ പൂണൂല് ധരിക്കുന്നു, അല്ലെ? ഉപനയനം കഴിഞ്ഞാൽ പൂണൂല് ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താണ്? പൂണൂലിന് യജ്ഞോപവീതം എന്നാണ്. യജ്ഞോപവീതം എന്ന് പറഞ്ഞാല് യജ്ഞം ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ബന്ധനമാണത്. 3 നൂലാണ് അതിലുള്ളത്, അല്ലെ? ആ 3 നൂലുകൾ ദേവന്മാരോടും പിതൃക്കളോടും ഋഷിമാരോടുള്ള കടത്തെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. നീ ബന്ധനസ്ഥനാണ് ദേവന്മാരോട്, ഋഷിമാരോട്, പിതൃക്കളോട്. ഓർമ്മിക്കണം എപ്പോഴും. അതിനാണ് ശരീരത്തിന് കുറുകെ ഹൃദയത്തോട് ചേർന്ന് ആ പൂണൂൽ എപ്പോഴും ധരിച്ചു നടക്കുന്നത്. അതെപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. യു ആർ കമ്മിറ്റഡ്, യു ആർ ഇൻഡെപ്റ്റഡ്, യു ഹാവ് റെസ്പോൺസിബിലിറ്റീസ്, യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യജ്ഞോപവീതം, യജ്ഞം ചെയ്യുവാനുള്ള ഓർമ്മപ്പെടുത്തൽ സൂചകമായിട്ട് മാറോട് ചേർന്ന് കിടക്കുന്നു. ശരീരത്തിന്റെ കുറുകെ. ഇത് ശരീരത്തിന്റെ ഒരു അവയവം പോലെ അഴിച്ചു മാറ്റാൻ പാടില്ല, ഒഴിപ്പിച്ച് കളയാൻ പാടില്ല. അത് അഴിച്ചു വെക്കാനുള്ളതല്ല. ഇത് ശൗചാദികൾ ചെയ്യുമ്പോൾ പോലും ശരീരത്തില് ഒരു പ്രത്യേക രീതിയിൽ അതിനെ സംരക്ഷിക്കണം. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചെവിയിൽ ചുറ്റി വെക്കണം എന്ന് പറയും. അപ്പോഴും അഴിച്ചു കളയാൻ പാടില്ല. ശരീരത്തോട് ചേർന്ന ഒരു അവയവം പോലെയാണ്. അപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇപ്പൊ ശബരിമലയ്ക്ക് മാലയിടുന്നു, കമ്മിറ്റ്മെന്റ് ആണത്. കറുത്ത വസ്ത്രവും അല്ലെങ്കിൽ നീല വസ്ത്രവും രുദ്രാക്ഷമാലയും അല്ലെങ്കിൽ മുദ്രമാലയും ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ വ്രതത്തിലാണ്, ഞാനിപ്പോ അയ്യപ്പസ്വാമിയുടെ ഭജനയിലാണ്, 41 ദിവസം വ്രതം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ. ആ ഒരു ബോധം എപ്പോഴും ജനിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു ഭക്തൻ ഭസ്മം ധരിക്കുന്നതും ചന്ദനം ധരിക്കുന്നതും അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിക്കുന്നതും
പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും കയ്യിൽ കാപ്പ് കെട്ടുന്നതും മോതിരമായി പവിത്രം ധരിക്കുന്നതും ഇതൊക്കെ ഐ എം കമ്മിറ്റഡ് എന്നുള്ള തൻ്റെ കമ്മിറ്റ്മെന്റിനെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു വ്രതത്തിലാണ് ഞാൻ, എനിക്കിതാണ് മുഖ്യധർമ്മം എന്ന് ധർമ്മത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യൂണിഫോം ആണത്. അപ്പൊ ഇതൊക്കെ ഭക്തിയെ രക്ഷിക്കുവാനുള്ള ഘടകങ്ങളാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, അടുത്ത ശ്ലോകം. അതിമനോഹരമായിട്ടുള്ള ഭക്തി എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ തരുന്ന, യഥാർത്ഥ ഭക്തി എന്താണ്, അത് ഏതെങ്കിലും പ്രത്യേക വർണ്ണ വിഭാഗത്തിൽപ്പെട്ടവർക്കോ ഏതെങ്കിലും ഇന്നത്തെ കാലത്ത് പറയുന്ന ജാതിയിൽപ്പെട്ടവർക്കോ, ഉയർന്ന ജാതി അല്ലെങ്കിൽ താഴ്ന്ന ജാതി, സവർണൻ അവർണൻ ഇങ്ങനെയൊക്കെ ഭേദങ്ങളുണ്ടോ? ഇത് ബ്രാഹ്മണർക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ളതാണോ ഭക്തി, ഈശ്വരാരാധന, സ്വാതന്ത്ര്യം? അത് ആണും പെണ്ണും നപുംസകവും വ്യത്യാസമുണ്ടോ? പ്രായഭേദമുണ്ടോ? തൊഴിൽ ഭേദമുണ്ടോ? വാസ്തവത്തിൽ അതൊന്നുമല്ല ഭക്തിക്ക് ആധാരമായിട്ടുള്ളത്. അവനവന്റെ മനസ്സ് ഭഗവാനോട് എത്രത്തോളം താല്പര്യമുള്ളതായിരിക്കുന്നുവോ, അഭിമുഖമായിരിക്കുന്നുവോ, കമ്മിറ്റഡ് ആയിരിക്കുന്നു, അതാണ് ഭക്തി. ഭഗവാന് വേണ്ടി എന്തും സമർപ്പിക്കുവാനുള്ള സന്നദ്ധതയാണ് ഭക്തി. തൻ്റെ പ്രാണനെ വേണമെങ്കിൽ ഭഗവാന് കൊടുക്കാനുള്ളതായിട്ടുള്ള ഒരു സന്നദ്ധത ഒരു ഭക്തന് ഉണ്ടാകും. ആ ഭഗവാന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറ് എന്നർത്ഥം. ജീവനെ പോലും ത്യജിക്കാൻ തയ്യാറാണ്. അതാണ് ഒരു ഭക്തന്റെ കമ്മിറ്റ്മെന്റ്. അപ്പൊ ആ മനസ്സിന്റെ ആറ്റിറ്റ്യൂഡാണ് ഭക്തി, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഘടകങ്ങളല്ല ഒരാളുടെ ഭക്തിയെ അളക്കേണ്ടത്. അത് സൂചിപ്പിക്കാനായിക്കൊണ്ട്, വ്യക്തമാക്കാനായിക്കൊണ്ട് ഒരു കഥയെ ഇവിടെ നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ് ശങ്കരാചാര്യർ. പെരിയ പുരാണം എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ തിരുവിളയാടലുകളെ കുറിച്ച്, മഹാദേവന്റെ ലീലകളെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള പുരാണത്തിൽ ഉള്ളതായിട്ടുള്ള ഒരു കഥയാണ്. അനേക നായന്മാരുടെ കഥകളാണ്, 63 നായന്മാരുടെ കഥകളാണ് ഈ പെരിയ പുരാണത്തില്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് കണ്ണപ്പ നായനാരുടെ കഥ. വെറും ഒരു വേടനായിരുന്ന കണ്ണപ്പ നായനാരുടെ കഥ. ആ കഥയിലൂടെ ശങ്കരാചാര്യര് നമ്മളോട്, ലോകത്തോട് മുഴുവൻ ചോദിക്കുന്നു, ആ ഭക്തി എത്ര സാംസ്കാരികമായിട്ട് താഴെയുള്ള ഒരാളാണെങ്കിലും, മറ്റുള്ളവർ സമൂഹം നീചൻ എന്ന് പറയുന്ന, പ്രാകൃതനായിട്ട് പറയുന്ന ഒരാളാണെങ്കിലും, ആ ഭക്തൻ ഭഗവാന് പ്രിയപ്പെട്ടവനാകുന്നു, അവൻ ഭക്തോത്തമനാകുന്നു എന്ന് കാണിക്കാനായിക്കൊണ്ട് ഒരു ദൃഷ്ടാന്ത കഥയിലൂടെ ഒരു ശ്ലോകം. അത് നമുക്ക് ആദ്യം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം, അതിൻ്റെ കഥ കേൾക്കാം. മാർഗവർത്തിത പാദുകാ പശുപതേ അംഗസ്യ കൂർച്ചായതേ ഗണ്ഡൂഷാംബു നിഷേചനം പുരരിപോർ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിത മാംസശേഷകബളം നവ്യോപഹാരായതേ ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവദം സായതേ. മാർഗാവർത്തിത പാദുകാ പശുപതേ അംഗസ്യ കൂർച്ചായതേ ഗണ്ഡൂഷാംബു നിഷേചനം പുരരിപോ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിത മാംസശേഷകബളം നവ്യോപഹാരായതേ ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവദം സായതേ. അതിന്റെ ഭാഷ്യം നോക്കാം. വെച്ചും വായ് വൃത്തിയാക്കി കഴുകിയ ജലമോ നൽപനീരാട്ടുമായും ഉച്ഛിഷ്ടം മാംസപിണ്ഡം ശിവനുടെ സവിതേ നേദ്യമായും ഭജിച്ചോൻ. ഒരു വരി സഞ്ചാരം ചെയ്തിടാനായി പദമതിലാടുമാ പാതുകം കൂർച്ച ഭാഗേ വെച്ചും
വായ് വൃത്തിയാക്കി കഴുകിയ ജലമോ നൽപനീരാട്ടുമായും ഉച്ഛിഷ്ടം മാംസപിണ്ഡം ശിവനുടെ സവിതേ നേദ്യമായും ഭജിച്ചോൻ നേടി ഭക്തോത്തമത്വം വനചരനുമഹോ ഭക്തി എന്തൊന്നു നൽകാ. സഞ്ചാരം ചെയ്തിടാനായി പദമതിൽ ആടുമാ പാതുകം കൂർച്ചഭാഗേ വെച്ചും വായ് വൃത്തിയാക്കി കഴുകിയ ജലമോ നൽപനീരാട്ടുമായും ഉച്ഛിഷ്ടം മാംസപിണ്ഡം ശിവനുടെ സവിതേ നേദ്യമായും ഭജിച്ചോൻ നേടി ഭക്തോത്തമത്വം വനചരനുമഹോ ഭക്തി എന്തെന്നു നൽകാം. കേൾക്കുമ്പോൾ തന്നെ ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? എങ്കിലും ആ കഥയൊന്ന് ആദ്യം മനസ്സിലാക്കാം, എന്നിട്ട് ശ്ലോകാർത്ഥം നോക്കാം. അപ്പൊ ഈ പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ് കണ്ണപ്പ നായനാർ എന്ന് പറഞ്ഞ മഹാന്റെ. നായനാർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തോത്തമന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാന് തുല്യന്മാരായി തീർന്നു, അവരെയാണ് നായന്മാർ എന്ന് പറയുന്നത്. നായനാർ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ 63 നായന്മാര്, സുന്ദരമൂർത്തി നായനാർ, തിരുനാവുക്കരശ നായനാർ എന്നൊക്കെ പറഞ്ഞ മാണിക്യവാസക നായനാർ എന്നൊക്കെ പറഞ്ഞ അനേക നായനാർമാരുണ്ട്. ഇവരൊക്കെ ഭഗവാനെ പല രീതിയിൽ തപസ്സിലൂടെ പ്രീതിപ്പെടുത്തി എല്ലാ ജാതിയിലും പെട്ട ആളുകളുണ്ട് അതിൽ. പറയനും ചക്കിലിയനും എന്ന് പറഞ്ഞ പോലെയുള്ള എല്ലാ ജാതിയിലും പെട്ട ആളുകൾ, ഏറ്റവും താഴ്ന്ന ജാതിക്കാരാണ് അതിൽ കൂടുതൽ. അവരൊക്കെ ശിവപദവിയെ പ്രാപിച്ചവരാണ്, ശിവതുല്യന്മാരായി തീർന്നവരാണ്. അവരൊക്കെ ഇപ്പൊ ശിവക്ഷേത്രങ്ങളിലെ ആരാധ്യരായി ഭവിച്ചിരിക്കണം. തമിഴ്നാട്ടിലുള്ള മഹാശിവക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ 63 നായന്മാരുടെ രൂപങ്ങളോ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനമായിട്ട് ശിവലിംഗങ്ങളോ കാണാം. നമ്മൾ തൊഴുത് തെക്ക് ഭാഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ നാലമ്പലം എന്ന് പറയുന്നതായിട്ടുള്ള അമ്പലത്തിന്റെ ആ വരാന്തയിൽ 63 ലിംഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ 63 ഇവരുടെ രൂപങ്ങൾ തന്നെ ചിലപ്പോൾ വിഗ്രഹങ്ങളായി കൊത്തിവെച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന നായനാരാണിത്, ഇന്ന നായനാരാണ് എന്ന് പറഞ്ഞിട്ട്. ചിലയിടത്ത് ലിംഗങ്ങൾ തന്നെയായിരിക്കും, 63 ലിംഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ലിംഗം സൂചിപ്പിക്കുന്ന എന്താണ്? അവരൊക്കെ ശിവന്മാരായി തീർന്നു എന്നാണ്. ശിവസായുജ്യം നേടിയ മഹാത്മാക്കളാണ് അവരൊക്കെ. അവർ ഏത് ജാതിയിൽ ജനിച്ചു എന്നുള്ളത് അവിടെ പ്രശ്നമേ അല്ല. അവരെന്ത് തൊഴിലെടുത്തു എന്നുള്ളത് പ്രശ്നമേ അല്ല. അവരുടെ വിദ്യാഭ്യാസം എന്താന്ന് പ്രശ്നമേ അല്ല. അവർ ദരിദ്രരായിരുന്നോ, ധനികരായിരുന്നോ, ഗൃഹസ്ഥരായിരുന്നോ, ബ്രഹ്മചാരിയായിരുന്നോ, വാനപ്രസ്ഥനായിരുന്നോ, സന്യാസിയായിരുന്നോ, ഒന്നും അവിടെ പ്രശ്നമേ അല്ല. അവരുടെ ഭക്തി കൊണ്ടാണ് അവർ ആ സ്ഥാനം നേടിയെടുത്തത്. അപ്പൊ അങ്ങനെ എത്ര 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 മഹാത്മാക്കളെ ശിവപദവിയിലേക്ക് ഉയർത്തിയ കഥയാണ് ഈ നായന്മാരുടെ കഥ, ഈ പെരിയ പുരാണം എന്ന് പറഞ്ഞ പുരാണത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോ ആ പെരിയ പുരാണത്തിലുള്ള ഒരു കഥയാണ് കണ്ണപ്പ നായനാരുടെ കഥ. അപ്പോൾ ഈ കണ്ണപ്പ നായനാർ നമ്മുടെ ഇന്നത്തെ തിരുപ്പതിയുടെ പരിസരമാണ് കാളഹസ്തി. നമ്മള് തിരുപ്പതി കഴിഞ്ഞാൽ അടുത്ത റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കാളഹസ്തി. അവിടെ നമുക്ക് വേണമെങ്കിൽ കാളഹസ്തി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാവുന്ന ട്രെയിനുകളുണ്ട്. അപ്പൊ തിരുപ്പതിയിൽ ഇറങ്ങിയിട്ട് തിരുപ്പതി തൊഴുതിട്ട് കാളഹസ്തിയിൽ പോകുന്ന ഭക്തന്മാരും ധാരാളം ഉണ്ട്. തിരുപ്പതിയിൽ നിന്നൊരു 20 കിലോമീറ്ററിന്റെ അടുത്താണ് നമ്മൾ പോയിട്ടുണ്ട്. കിലോമീറ്റർ കൃത്യം ഓർമ്മയില്ല, 20 കിലോമീറ്ററിന്റെ ഓർമ്മയില്ല, അടുത്താണ്. അപ്പൊ അവിടെ ഒരു കാട് പോലെയുള്ള മലമ്പ്രദേശങ്ങളൊക്കെയാണ്, ധാരാളം കുന്നുകളും താഴ്വരകളും ചെറിയ നദിയും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പണ്ട് അതിലും വളരെ ഉണ്ടായിരിക്കുമല്ലോ, കാടുകളായിരുന്നിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് വസിച്ചിരുന്ന ഒരു വേടന്മാരുടെ ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു പുത്രനായിരുന്നു ഈ നമ്മുടെ കഥാനായകൻ, പിന്നീട് കണ്ണപ്പ നായനാർ എന്നറിയാൻ പോകുന്ന ആള്. അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ പേര് തിണ്ണൻ എന്നോ മറ്റായിരുന്നു ഞാൻ വായിച്ചിട്ടുള്ളത്. തിണ്ണൻ എന്നായിരുന്നു പേര്. നല്ല കിണ്ണൻ ഉള്ള ആളായിരുന്നേ. ശരീരം തടിയുള്ളവൻ, നല്ല ആരോഗ്യമുള്ളവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് അന്ന് തിണ്ണൻ എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ ആ
അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ തന്നെ അച്ഛന്റെ കൂടെ നായാട്ടിനായിട്ട് പോകും. അങ്ങനെ നായാട്ട് അവരുടെ കുലത്തൊഴിൽ പോലെ ഉള്ള ഒരു ശീലമായിരുന്നു, വേടന്മാരുടെ സമൂഹമായിരുന്നു. അപ്പൊ ആ വേടന്മാരുടെ നായകനായിരുന്നു, രാജാവായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ. പിന്നീട് ഇദ്ദേഹത്തിന്റെ അച്ഛന് പ്രായമായി, വയ്യാതായി. അപ്പോൾ ആ നായകത്വം ഇദ്ദേഹം ഏറ്റെടുത്തു. കുടുംബം വേടന്മാരുടെ മുഴുവൻ അധിപനായി തീർന്നു ഈ തിണ്ണൻ. അപ്പൊ ഈ തിണ്ണന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരാണ് ബാക്കി വേടന്മാരെല്ലാവരും. അങ്ങനെയുള്ള അദ്ദേഹം നായാട്ടിന് പോകും. ദിവസവും പകലെന്നോ രാത്രിയെന്നോ ഇല്ലല്ലോ വേടന്മാർക്ക്, എപ്പോഴാണ് അവർക്ക് അനുകൂലമായി തോന്നുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നായാട്ടിന് പോകും. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഈ തിണ്ണനും കുറച്ച് അദ്ദേഹത്തിന്റെ എന്താ പറയുക കൂട്ടുകാരുമായിട്ടുള്ള വേടന്മാരും ഒക്കെ ആയിട്ട് നായാട്ടിന് പോയതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ ഇപ്പോഴുള്ള കാളഹസ്തി ഇന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് അവരെത്തിച്ചേർന്നു. അപ്പോൾ അവിടെ കുറച്ച് ദൂരതായിട്ട് ആ പുഴയുടെ താഴത്തായിട്ട് ഇവര് നായാടി കൊണ്ടുവന്നതായിട്ടുള്ള വന്യമൃഗങ്ങളെയൊക്കെ എന്താ പറയുക ചുട്ടു തിന്നാനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കൂട്ടുകാരും കണ്ണപ്പനുമായിട്ട്, ഈ തിണ്ണനുമായിട്ട്. അങ്ങനെ അവർ തീയൊക്കെ കൂട്ടി, കാട്ടുതീയൊക്കെ കൂട്ടി. അപ്പൊ ആ സമയത്ത് ആ മലയുടെ മുകളിൽ അവിടെ ഒരു കുന്നാണ്. ആ കുന്നിന്റെ മുകളിൽ ഒരു തേജസ് പോലെ എന്തോ ഒരു കാന്തം തന്നെ വലിക്കുന്നത് പോലെ നമ്മുടെ ഈ ഇദ്ദേഹത്തിന് തോന്നി, തിണ്ണന് തോന്നി. അപ്പൊ ഇവര് കൂട്ടുകാരെ അവിടെ നിർത്തിയിട്ട് ഇദ്ദേഹം മാത്രം മുകളിലേക്ക് ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് ചെന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ചെന്നതായിട്ടുള്ള സന്ദർഭത്തിൽ അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ലിംഗത്തില് അന്ന് രാവിലെ ഒരു ബ്രാഹ്മണൻ പൂജയൊക്കെ കഴിച്ചു പോയതിന്റെ പൂക്കളും കാര്യങ്ങളും ഒക്കെ കിടക്കണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ ശിവലിംഗം കണ്ടപ്പോൾ വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. അവിടേക്കാണ് ഭഗവാൻ തന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ജന്മാന്തര സംസ്കാരം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് കാന്തം ആകർഷിച്ചതുപോലെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞത്. അങ്ങനെ വന്നു. അദ്ദേഹത്തിന് ഈ ശിവലിംഗത്തെ കണ്ടപ്പോൾ എന്തോ ഒരു നിർവൃതി, ഏതോ ജന്മാന്തര ബന്ധം ആ ഭഗവാനുമായിട്ട് കണ്ടതുപോലെ. അങ്ങനെ ആ ഭഗവാനോട് സംസാരിക്കാനും ഈ ഭഗവാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതിൽ അദ്ദേഹത്തിന് വിഷമവും ഒക്കെ തോന്നി. ഞാൻ എന്നും വന്ന് കാണാട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാനോട് ചങ്ങാത്തം സ്ഥാപിച്ച് അദ്ദേഹം പിന്നെ കൂട്ടുകാരുടെ കൂടെ പോവുകയാണ്. അപ്പോ ഇദ്ദേഹത്തിന് ഈ ഭഗവാനെ എന്നും കാണണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹമായി പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ. പിന്നീട് അദ്ദേഹം ദിവസവും ഈ വഴിക്ക് വരും. കൂട്ടുകാരെ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് വരും. എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഏകാന്തത എന്തോ ഇവിടെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരണം എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ അദ്ദേഹം നായാട്ട് കഴിഞ്ഞ് കിട്ടിയ മൃഗങ്ങളെയൊക്കെ ആയിട്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും വന്ന് ഈ മൃഗങ്ങളെയൊക്കെ ചുട്ടു തിന്നാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ അദ്ദേഹം വിശ്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇദ്ദേഹത്തിന് ഈ ഭഗവാനെ ബ്രാഹ്മണൻ പൂജ ചെയ്ത് പോകുന്നത് സന്ധ്യാവേളകളിലൊക്കെ അദ്ദേഹം കണ്ടു. 2-3 തവണ അദ്ദേഹം ശ്രദ്ധിച്ചു ബ്രാഹ്മണൻ പൂജ ചെയ്തു പോകുന്നു ദൂരത്തുനിന്ന്. ഈ ബ്രാഹ്മണൻ ഇദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹം മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നത് എന്ന് അദ്ദേഹം കണ്ടു. ബ്രാഹ്മണൻ അദ്ദേഹം വരുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പൂജിക്കാനുള്ള പൂക്കളും വില്ലുതളങ്ങളും നിവേദ്യവും ഒക്കെ കൊണ്ടുവന്നാണ് ഒരു ഗ്രാമത്തിൽ നിന്ന്, അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ കാട്ടിലേക്ക് അവർ വരുന്നത്. ആ ഗ്രാമത്തിലുള്ള ആ ജനങ്ങളൊക്കെ കൂടി നിയോഗിച്ചിരിക്കുന്ന ഒരു പുരോഹിതൻ, ഒരു വഴിപാട് ചെയ്യുന്ന ഒരു പൂജാരി, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പൂജാരി തന്നെയാണ്, ഒരു വയറ്റപ്പഴപ്പിന് വേണ്ടി വഴിപാട് ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആദ്യം തൻ്റെ കയ്യിലൊരു ഇതൊക്കെ നിർമാല്യം മാറ്റാനുള്ള ദർഭ കൊണ്ട് കെട്ടിയ ഒരു ചൂലുണ്ടാവും. സാധാരണ ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ്, ദർഭ കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് ചൂല് പോലെ ആക്കും. എന്നിട്ട് അതുകൊണ്ടാണ് നിർമാല്യമൊക്കെ അടിച്ചു വാരി മാറ്റേണ്ടത്. നമ്മൾ ചൂല് ഈർക്കിൽ കൊണ്ടുള്ള ചൂലിന് പകരം ഇനി ചിലർ ഈർക്കിൽ കൊണ്ടും ഉപയോഗിക്കാം, ദോഷമൊന്നുമില്ല. കാരണം അതിനുവേണ്ടി പ്രത്യേകമായിട്ടുണ്ടാക്കിയ ഈർക്കിലാണെങ്കിൽ വേറെ എവിടെയും അടിക്കാൻ ഉപയോഗിച്ചില്ല. ഇപ്പൊ നമ്മൾ കാണാറില്ലേ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ബലി തൂക്കി കഴിഞ്ഞ് പോകുമ്പോൾ വാരസ്യാരുമാര് പിന്നാലെ നടന്നുകൊണ്ട് ആ ചോറൊക്കെ ചൂല് കൊണ്ട് വാരിയെടുക്കുന്നത്. ആ ചൂല് വേറൊന്നിനും ഉപയോഗിക്കില്ല, മുറ്റമടിക്കാൻ ഉപയോഗിക്കുന്നതല്ല. അതാ എന്താ പറയുക, ബലിക്കല്ലുകളിൽ തൂകുന്ന ബലി അന്നത്തെ മാത്രം അടിച്ചെടുക്കാൻ, അവർ കോരിയെടുക്കാൻ, അത് പിന്നീട് വൃത്തികേടാവാതിരിക്കാൻ, മറ്റുള്ളവര് ചവിട്ടാനും മറ്റുള്ള ജന്തുക്കളും ഉറുമ്പും ഒക്കെ അരിക്കാനും അങ്ങനെ ഹിംസയ്ക്കൊന്നും കാരണമാവാതിരിക്കാനും
അപ്പൊ തന്നെ ബലിതൂകി പോകുന്ന പുറകെ വാരസ്യാന്മാർ വന്ന് മുറവും ചൂലുമായിട്ട് വന്നിട്ട് അത് വാരിയെടുത്തിട്ട് പോകും. അപ്പൊ അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പുല്ലിന്റെ ചൂലോ അല്ലെങ്കിൽ ഈർക്കിൽ കൊണ്ടുള്ള ചൂലോ ആയിരിക്കും. അത് അതിനുവേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഈർക്കിലൊന്ന് ദോഷമുള്ള സാധനമല്ല, തെങ്ങിൽ നിന്നുണ്ടാവുന്നതല്ലേ. വേറൊന്നിനും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ അതുപോലെ ദർഭ കൊണ്ടാണ് സാധാരണ, കാരണം ഈർക്കിലാവുമ്പോൾ കുറച്ചുകൂടി മൊനയുള്ള സാധനമല്ലേ. ഭഗവാന്റെ ലിംഗത്തിലൊക്കെ അതിട്ട് ഉപയോഗിക്കുമ്പോൾ വേദനിക്കും എന്നുള്ളൊരു സെൻസ് വേണം നമുക്ക്. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് വേണം ഈ നിർമാല്യമൊക്കെ നീക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ദർഭ കൊണ്ടുള്ളതായിട്ടുള്ള ഈ ചൂല് പോലെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അടിച്ചു വാരും. എന്നിട്ട് ഇദ്ദേഹം പാത്രത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള ആ നദിയിൽ നിന്നാണ് അദ്ദേഹം വെള്ളം കൊണ്ടുവരിക. ആ കൊണ്ടുവന്ന് ഭഗവാന്റെ നേരെ അഭിഷേകം ചെയ്യും. അതിനുശേഷം അദ്ദേഹം പുഷ്പാഞ്ജലി, ധൂപദീപങ്ങളൊക്കെ കാണിച്ച് നിവേദ്യം സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ വഴിപാടും കഴിഞ്ഞ് പോകും. ഇത് 2-3 തവണ കണ്ടപ്പോൾ ഈ നമ്മുടെ കണ്ണപ്പനും അന്നത്തെ തിണ്ണനും അദ്ദേഹത്തിന് ആഗ്രഹമായി ഭഗവാനെ പൂജ ചെയ്യണം എന്ന്, തനിക്കും ചെയ്യണം പൂജ എന്നുള്ള ആഗ്രഹമായി. അപ്പൊ പൂജ പഠിക്കുകയും ചെയ്തു, കണ്ടു ഈ ബ്രാഹ്മണൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആദ്യം നിർമാല്യം അടിച്ചു വാരണം, പിന്നെ അഭിഷേകം ചെയ്യണം, വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യണം, പിന്നെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യണം, പിന്നെ നിവേദ്യം ചെയ്യണം. 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം പൂജയ്ക്ക് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പൊ തൻ്റെ കയ്യിലാണെങ്കിൽ പാത്രവും ചൂലും ഒന്നുമില്ല, ഭഗവാന്റെ ഇത് അടിച്ചു വാരാൻ ദർഭ കൊണ്ടുള്ള ചൂലോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ പാത്രവും ഇല്ല ഭഗവാൻ അഭിഷേകം ചെയ്യാൻ വെള്ളം കൊണ്ടുവരാൻ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, നേരെ താഴെയുള്ളതായിട്ടുള്ള നദിയിലേക്ക് ഇറങ്ങും. നദിയിൽ ഇറങ്ങിയിട്ട് വെള്ളം കയ്യിൽ കൊണ്ടുവരാനോ കുമ്പിളിൽ കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല, ഒക്കെ ചോർന്നു പോകണം. അപ്പൊ ഏറ്റവും എളുപ്പമായിട്ട് അദ്ദേഹത്തിന് തോന്നിയത് വായിൽ വെള്ളം നിറയ്ക്കും. വായ നിറച്ച് വെള്ളം കൊണ്ട് എടുക്കും. എന്നിട്ട് അതിനെ മുറുക്കെ പിടിച്ചോണ്ട് മുകളിലേക്ക് വരും. എന്നിട്ട് ഭഗവാന്റെ നിർമാല്യം മാറ്റണം. അപ്പൊ ഈ ബ്രാഹ്മണൻ പൂക്കളൊക്കെ കൊണ്ട് പൂജിച്ചു പോയതിനേക്ക് എങ്ങനെയാ മാറ്റുക, ഇദ്ദേഹത്തിന്റെ കാലിലെ ചെരുപ്പ് എടുത്തിട്ട്, തോല് കൊണ്ടൊക്കെ നിർമ്മിച്ചതായിട്ടുള്ള മെതിയടി പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള പാതുകമായിരിക്കും, തേഞ്ഞിട്ടുണ്ടാവും വഴിനീള ഇതായിട്ടുള്ളത്. ആ തേഞ്ഞ ചെരുപ്പ് കൊണ്ട് ഭഗവാന്റെ ശരീരത്തിലുള്ളതായിട്ടുള്ള ആ നിർമാല്യങ്ങളെ, പൂക്കളെയൊക്കെ അങ്ങോട്ട് അടിച്ചു വാരി കളയും. അപ്പൊ നിർമാല്യം നീക്കലായി. ഇനി എന്താണ്, അഭിഷേകം ചെയ്യണം. അപ്പൊ വായിൽ കൊണ്ടുവന്ന വെള്ളത്തിനെ ഭഗവാന്റെ മുകളിലേക്ക് അങ്ങനെ വായിൽ നിന്ന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തുപ്പും. വായിൽ കൊണ്ടുവന്ന വെള്ളം ഭഗവാന്റെ ശരീരത്തിലെ ഭഗവാന്റെ ലിംഗത്തിലേക്ക് അങ്ങനെ തുപ്പും. അതാണ് അഭിഷേകം. അത് കഴിഞ്ഞ് താൻ തന്നെ കാട്ടിലെ പല ഇലകളൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ഇയാള് വില്ലും കൊണ്ട് പൂജിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തോ ഇല കൊണ്ടാണ് പൂജിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ആ വില്ലും ഒന്നും തിരിച്ചറിയില്ല. അപ്പൊ കിട്ടിയ ഇലയൊക്കെ കാട്ട് ഇലകളും പൂക്കളും ഒക്കെ കൊണ്ടുവന്ന് ഇദ്ദേഹം ഭഗവാന് ഡെക്കറേറ്റ് ചെയ്യും, അലങ്കരിക്കും, പൂജ അർച്ചന ചെയ്യും. നാമങ്ങളൊന്നും അറിയില്ല, ഭഗവാന് സമർപ്പിക്കും. അത് കഴിഞ്ഞ് ഭഗവാന് നിവേദ്യം കൊടുക്കണ്ടേ. അപ്പോൾ താൻ വേട്ടയാടി കൊണ്ടുവന്ന മൃഗങ്ങളുടെ ചുട്ട മാംസം ഉണ്ടാവും. ആ ചുട്ടെടുത്ത മാംസത്തെ ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങൾ. ഇതെങ്ങനെയാ ഭഗവാന് സമർപ്പിക്കുക? ഭഗവാന് കഴിക്കാൻ പറ്റണ്ടേ, കഷ്ടമല്ലേ. അപ്പൊ ഭഗവാന് എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ആ കാട്ടുവാസികളുടെ ഇടയിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കടിച്ച് ചവച്ച് ചെറുതാക്കി പഞ്ഞി പോലെ പാകപ്പെടുത്തിയിട്ട് കുട്ടികളുടെ വായിലേക്ക് കൊടുക്കും. ഇപ്പൊ നമ്മൾ പക്ഷികളൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? പക്ഷികൾ കഴിച്ച ഭക്ഷണം അവർ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് വായിൽ നിന്ന് കൊടുക്കുന്നത് പ്രകൃതിയിലുള്ള ഒരു നിയമമാണ്. അപ്പൊ കാട്ടുജാതികൾക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല. അവർ പ്രകൃതി കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അവരെ ആരും ശൗചം, ശുചിത്വം ഇങ്ങനെയുള്ള ഒന്നും പഠിപ്പിച്ചില്ല. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കും, അവരുടെ വായിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കും. അപ്പൊ അതുപോലെ ഈ തിണ്ണപ്പൻ എന്ത് ചെയ്തു, തൻ്റെ ഇറച്ചി കഷ്ണങ്ങൾ ചുട്ടെടുത്തതിനെ വായിലിട്ട് ചവച്ച് ഒന്ന് പാകപ്പെടുത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ഉരുളകളാക്കിയിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു ഇലയിൽ വെച്ച് നിവേദിച്ചു, സമർപ്പിച്ചു. കഴിച്ചോളൂ ഭഗവാനെ, അങ്ങേക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്, ഞാൻ പാകമാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെയും സമർപ്പിക്കും. അങ്ങനെ ദിവസവും വളരെ സന്തോഷമായിട്ട് പ്രേമപൂർവമാണ് ഈ പൂജയൊക്കെ ചെയ്യുന്നത്, തന്നാൽ അറിയുന്ന വിധം. അതാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിൽ ഓരോന്നിലും പറഞ്ഞത്, അദ്ദേഹം ചെയ്തതായിട്ടുള്ള പൂജ. അത് നോക്കുക നമുക്ക് ആ വരികൾ.
മാർഗാവർത്തിത പാതുകാ പശുപതേ അംഗസ്യ കൂർച്ചായതേ. ഒന്നാമത്തെ വരി മാർഗാവർത്തിത പാതുക, മാർഗങ്ങളിൽ ആവർത്തിച്ചതായിട്ടുള്ള പാതുകം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചവിട്ടി മെതിച്ച് നടന്നതായിട്ടുള്ള ആ ചെരുപ്പ് പാതുക. പശുപതേഹേ, ലോകത്തിന്റെ മുഴുവൻ എല്ലാ ജീവന്മാരുടെയും അധിപതിയായ ഭഗവാന്റെ അംഗസ്യ കൂർച്ചായതേ, ഭഗവാന്റെ ശരീരത്തെ തുടയ്ക്കാനുള്ളതായിട്ടുള്ള കൂർച്ചമായി ഭവിക്കുന്നു. ചൂല് പോലെ ദർഭ കൊണ്ട് കെട്ടിയ അതിനാണ് കൂർച്ചം എന്ന് പറയുക. ചൂല് എന്ന് പര്യായമുണ്ട് കൂർച്ചത്തിന്. അപ്പൊ ആ ചൂല് പോലെ കൂർച്ചം ദർഭ കൊണ്ട് കെട്ടിയതായിട്ടുള്ള കൂർച്ചമാക്കി മാറ്റുന്നു. പശുപതിയുടെ അംഗം വൃത്തിയാക്കാൻ, ശരീരം വൃത്തിയാക്കാനുള്ള, തുടയ്ക്കാനുള്ളതായിട്ടുള്ള തുണി പോലെ അല്ലെങ്കിൽ ദർഭ പോലെ, കൂർച്ചം പോലെ ഉപയോഗിക്കുന്നു. കൂർച്ചായത്തെ, ആയത്തെ എന്നുള്ളത് അതുപോലെ ആവുന്നു, കൂർച്ചമായി ഭവിക്കുന്നു എന്നർത്ഥം. അത് കഴിഞ്ഞ് ഗണ്ഡൂഷാംബു നിഷേചനം പുരരിബോഹോ ദിവ്യാഭിഷേകായതേ. ഗണ്ഡൂഷ അമ്പു, ഗണ്ഡൂഷം എന്ന് പറഞ്ഞാൽ കുലുക്കുഴിയുന്ന പ്രവൃത്തിക്കാണ് ഗണ്ഡൂഷണം ചെയ്യുക എന്ന് പറയുക. നമ്മൾ വായു കഴുകുന്ന പ്രവൃത്തി ഗണ്ഡൂഷണം ചെയ്യുക. അതിന്റെ അമ്പു, കുലുക്കുഴിഞ്ഞ വെള്ളം, അത് അതിന്റെ നിഷേചനം, അതിന്റെ തുപ്പല്, പുറത്തേക്ക് ഒഴുക്കല്, പുരരിബോഹോ ത്രിപുരാന്തകനായ ഭഗവാന് ദിവ്യ അഭിഷേകായതേ, അതിപവിത്രമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള അഭിഷേകമായിട്ട് ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാണ്. കിഞ്ചിത് ഭക്ഷിത മാംസശേഷ കബളം നവ്യോപഹാരായതേ, താൻ വായിലിട്ട് ചവച്ച് കിഞ്ചിത് ഭക്ഷിതം, അല്പം ഭക്ഷിച്ചതായിട്ടുള്ള മാംസശേഷം എന്ന് പറഞ്ഞാല് എച്ചില് എന്ന് പറയില്ലേ നമ്മള്, മാംസശേഷ കബളം, അതിന്റെ ചെറിയ കഷ്ണങ്ങൾ, ഉരുളകൾ, നവ്യ ഉപഹാരായത്, ഏറ്റവും നവ്യമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഉപഹാരം, ഭക്ഷണമായിട്ട് ഭഗവാൻ ഭവിക്കുന്നു, ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാണ്. കിഞ്ചിത് ഭക്ഷിത മാംസശേഷ കബളം നവ്യോപഹാരായതേ എന്ന ആദ്യത്തെ 3 വരിയില് നമ്മുടെ കണ്ണപ്പന്റെ പൂജയാണ് അവിടെ വർണ്ണിച്ചത്. അവസാനം 4ാമത്തെ വരിയിലാണ് ഭക്തി കിം ന കരോതി, ഭക്തി എന്തു തന്നെ ചെയ്യില്ല. അഹോ വനചരോ ഭക്താവതംസായതേ, അഹോ ആശ്ചര്യം, വനചരൻ, വെറുമൊരു കാട്ടാളൻ, വനത്തിൽ ജീവിക്കുന്നവൻ, പ്രാകൃതനായിട്ടുള്ളവൻ, ഒരു സംസ്കാരവും ഇല്ലാത്തവൻ, അവൻ ഭക്താവതംസായതേ, ഭക്തന്മാരുടെ അവതംസമായി ഭവിക്കുന്നു. അവതംസം എന്നാൽ ശിരസ് എന്നാണ് അർത്ഥം. ഇപ്പൊ ഭക്തന്മാരിൽ ചൂടാമണിയായി ഭവിക്കുന്നു, ശ്രേഷ്ഠനായി ഭവിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഭക്തോത്തമനായി ഭവിക്കുന്നു. അഹോ എന്ന് ശങ്കരാചാര്യ തന്നെ ആശ്ചര്യപ്പെടുകയാണ്. ആശ്ചര്യം ഭഗവാനെ എന്ന് പറയണം. അപ്പൊ എങ്ങനെയാണ് ഇയാൾ ഉത്തമ ഭക്തനാണ് എന്ന് ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്? ഭഗവാൻ തന്നെയാണത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവൻ എൻ്റെ ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് എന്ന് തെളിയിക്കുന്നത്. അപ്പൊ ആ കഥ തുടരുകയാണ്. നമുക്കിപ്പോ ശ്ലോകാർത്ഥം മനസ്സിലായി. ഇനി കഥ തുടരുകയാണ്. എന്താണ് കഥ? ഇദ്ദേഹം ഈ പൂജ ദിവസവും തുടരും. ഈ ബ്രാഹ്മണൻ സന്ധ്യയ്ക്ക് വന്ന് പൂജിച്ചിട്ട് പോയാൽ രാത്രി വരുന്നതായിട്ടുള്ള കണ്ണപ്പൻ തന്റെ പൂജ നിത്യവും ചെയ്യും. അപ്പൊ പിറ്റേ ദിവസം രാവിലെ വരുന്ന ബ്രാഹ്മണൻ ഈ ഇറച്ചി കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് കാണും. താൻ പൂജിച്ച പൂക്കളൊക്കെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. കാട്ടിലകളും പൂക്കളും അതിന്റെ മുകളിലുണ്ടാവും, ശിവലിംഗത്തിന്റെ മുകളിലുണ്ടാവും. ചിലപ്പോൾ ഈ ഇറച്ചി കഷ്ണങ്ങള് വല്ല ഉറുമ്പൊക്കെ പൊത്തിയിട്ടും മറ്റുമൊക്കെ കിടപ്പുണ്ടാവും. അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരവസ്ഥ ദിവസവും. ഇദ്ദേഹത്തിന് വല്ലാത്ത അറപ്പ് തോന്നും. ഭഗവാനെ അശുദ്ധമാക്കി ആരോ ദുഷ്ടന്മാര് എന്നവരെ മനസ്സാ ശപിച്ചുകൊണ്ട് ഇദ്ദേഹം വെള്ളം കൂടുതൽ കൊണ്ടുവന്ന് നദിയിൽ പോയി വീണ്ടും വെള്ളം എടുത്തിട്ട് വരും. നല്ലോണം കഴുകും. ഭഗവാനെ വീണ്ടും വീണ്ടും ആ സ്ഥലമൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കും. എന്നിട്ട് വീണ്ടും പുണ്യാഹ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ശുദ്ധി വരുത്തിയതിന് ശേഷം വീണ്ടും ഭഗവാന് പൂജ ചെയ്യും. അങ്ങനെ ദിവസവും ഇദ്ദേഹത്തിന് പണി കൂടി, വൃത്തികേടുകൾ കൂടിക്കൂടി വരുന്നു. ആരാ ഇത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. കാരണം ഇദ്ദേഹം പോയ ശേഷമാണ് ഇയാൾ വന്നിട്ട് കണ്ണപ്പൻ വന്ന് പൂജിക്കുന്നത്. കണ്ണപ്പനെ നേരിൽ കാണാൻ പറ്റിയിട്ടില്ല അതുവരെ. അപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത ആവലാതിയായി, ദുഃഖമായി, തൻ്റെ ഭഗവാനെ ഇങ്ങനെ വൃത്തികേടാക്കുന്നത് ദൈവകോപത്തിന് ഇടയാക്കും എന്നൊക്കെയുള്ള പേടിയായി അദ്ദേഹം ഗ്രാമജനങ്ങളോടൊക്കെ പറഞ്ഞു. ആ ഗ്രാമജനങ്ങളൊക്കെ കൂടി തീരുമാനിച്ചു, എന്തായാലും കള്ളനെ പിടിക്കണം നമുക്ക്. ആരാണ് നമുക്ക് ഈ ഉപദ്രവം ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടദേവനെ, മഹാദേവനെ ആരാണ് ഇങ്ങനെ വൃത്തികേടാക്കുന്നത്
ഇത് ഭഗവാന്റെ അപ്രീതിക്ക് കാരണമാകും, ഭഗവാന്റെ കോപത്തിന് പാത്രമാകും, നമ്മുടെ ഗ്രാമത്തെ നശിപ്പിക്കും ഭഗവാൻ എന്നൊക്കെയുള്ള ശങ്ക അവർക്കുണ്ടായി. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, കുറച്ച് യുവാക്കളെ കുറച്ച് വടിയും ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഒരു ദിവസം രാത്രി ഒളിഞ്ഞ് മരങ്ങളുടെയൊക്കെ ചുറ്റും വന്ന് കാവലിരിക്കും. ആരാണ് ഈ കള്ളൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ബ്രാഹ്മണൻ പൂജ കഴിഞ്ഞ് പോകുന്നു, മാറിയിരിക്കുന്നു, അദ്ദേഹവും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ദൂരെ. ആരാണ് ഈ കള്ളൻ വരുന്നത് എന്ന് കാത്തിരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ണപ്പന്റെ വരവ്. സന്ധ്യ കഴിഞ്ഞപ്പോ കണ്ണപ്പൻ വന്നു. കണ്ണപ്പന്റെ പതിവ് പോലെ കണ്ണപ്പൻ ആ പുഴയിൽ നിന്ന് വായിൽ നിറച്ച് വെള്ളം എടുത്തോണ്ട് വന്നു. ആദ്യം തന്നെ നിർമാല്യം നീക്കുന്നുണ്ട്, തന്റെ ചെരുപ്പഴിച്ച് ഭഗവാന്റെ ലിംഗത്തിലുള്ള ഈ പൂക്കളൊക്കെ അങ്ങോട്ട് അടിച്ചു വാരി വൃത്തിയാക്കുന്നു. തന്റെ വായിലുള്ളതായിട്ടുള്ള വെള്ളം ഭഗവാന്റെ മുകളിൽ അഭിഷേകം നടത്തുന്നു. അത് കഴിഞ്ഞ് കണ്ണിക്കണ്ട ചപ്പുചവറുകളൊക്കെ കൊണ്ടുവന്ന ഇലകൾ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നു. അത് കഴിഞ്ഞ് തൻ്റെ ഈ കൊണ്ടുവന്നതായിട്ടുള്ള ഇറച്ചി കഷ്ണങ്ങള് ചവച്ച് 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 ഭഗവാന് പാകമാക്കി ഇട്ട് കൊടുക്കണം നിവേദ്യമായിട്ട് ഇലകളിൽ. ഇത് കണ്ട് ബ്രാഹ്മണർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അപ്പുറം ഇപ്പുറം കൂടി നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇത് മുഴുവൻ കാണാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്, എന്തൊക്കെയാണ് ഇയാൾ ചെയ്യണം നോക്കട്ടെ എന്ന്. എന്നാൽ തിണ്ണൻ ആള് മോശക്കാരനും അല്ലല്ലോ, നല്ല ആരോഗ്യവാനുമാണ്. കയ്യിലാണെങ്കിൽ അമ്പും വില്ലും കത്തിയും ഒക്കെ ഉണ്ട്, നല്ല ആരോഗ്യവാനാണ്. വേടന്മാരുടെ മുഴുവൻ രാജാവാണ്, യൗവനയുക്തനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനും ഇവർക്കൊക്കെ പേടിയുണ്ട്. കാരണം അമ്പും വില്ലും ആയുധവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാട്ടാളന്റെ അടുത്തേക്ക് വെറും ശാപ്പാട്ട് രാമന്മാരായിട്ടുള്ള ബ്രാഹ്മണർ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ജീവനോടുകൂടി തിരിച്ചു പോവില്ല എന്നറിയാം അവർക്ക്. അപ്പൊ അതുകൊണ്ട് പേടിച്ച് അവര് ഭയപ്പെട്ട് നിൽക്കുകയാണ് ദൂരെ. ഈ സന്ദർഭത്തിലാണ് ഭഗവാന്റെ ലീല തിരുവിളയാടൽ ആരംഭിക്കുന്നത്. ഈ കണ്ണപ്പൻ ആരാന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ കണ്ണപ്പന്റെ ഉള്ളിൽ എത്രത്തോളം ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമമുണ്ട്, ഭക്തിയുണ്ട്, അത് ഇവർ തിരിച്ചറിയട്ടെ. ഭഗവാന് വേണ്ടത് എന്താണ്? ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന വഴിപാടുകളാണോ അതോ ആന്തരികമായിട്ടുള്ള പ്രേമഭാവമാണോ ഭഗവാന് വേണ്ടത്? ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ണപ്പൻ ഈ ഭഗവാന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില്, ഭഗവാന് നിവേദ്യങ്ങളൊക്കെ കൊടുക്കുന്ന സന്ദർഭത്തില് ഭഗവാന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് ഈ ശിവലിംഗത്തിന്റെ 2 കണ്ണുകളുണ്ട്. ആ കണ്ണുകളിൽ ഒരു കണ്ണിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ആ രക്തം ഒഴുകുന്നത് കണ്ടതോടുകൂടി കണ്ണപ്പൻ ആകെ ഭയമായി, അല്ലെങ്കിൽ ദുഃഖമായി, സങ്കടമായി. തന്റെ സ്വാമിക്ക് എന്ത് പറ്റി, ഭഗവാൻ എന്ത് പറ്റി എന്നുള്ളതായിട്ടുള്ള ആവലാതിയായി. ഭഗവാന്റെ കണ്ണിലുള്ള കണ്ണുനീര്, ആ ചോര തുടയ്ക്കാനോ കഴുകാനോ ഒക്കെ ശ്രമിച്ചിട്ട് നിൽക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന ചില വൈദ്യങ്ങൾ കാട്ടിലെ ചില ഇലകളൊക്കെ പറിച്ചുകൊണ്ടുവന്ന് കണ്ണിൽ ഒഴിച്ചു നോക്കി, ആ ചാറ് പിഴിഞ്ഞ് ഒഴിച്ചു നോക്കി, അതൊന്നും നിൽക്കുന്നില്ല, ഒരു രക്ഷയില്ല. ആ കണ്ണിൽ നിന്നുള്ളതായിട്ടുള്ള രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം കണ്ണപ്പൻ തീരുമാനിച്ചു തൻ്റെ കണ്ണ് ഭഗവാന് കൊടുക്കാമെന്ന്. അങ്ങനെയെങ്കിലും ഈ കണ്ണിന്റെ ഭഗവാന് നഷ്ടപ്പെട്ടതായിട്ടുള്ള കാഴ്ച ഉണ്ടെങ്കിൽ, ആ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കണ്ണുകൊണ്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ അവനാഴിയിൽ നിന്നൊരു അമ്പെടുത്ത് തൻ്റെ ഒരു കണ്ണ്, വലത് കണ്ണ് ആദ്യം ചൂഴ്ന്നെടുത്ത് ഭഗവാന്റെ ആ എന്താ പറയുക രക്തമൊലിക്കുന്നതായിട്ടുള്ള വലത് കണ്ണിന്റെ സ്ഥാനത്തേക്ക് എങ്ങനെയൊക്കെയോ പിടിച്ച് ഒട്ടിച്ചു വെച്ചു. ആ ഒരു കുഴിഞ്ഞ സ്ഥാനമുണ്ട്, ആ കണ്ണിന്റെ സ്ഥാനത്തേക്ക് തൻ്റെ കണ്ണെടുത്ത് ഒട്ടിച്ചു വെച്ചു. ഭഗവാൻ പരീക്ഷണം തുടർന്നു. അടുത്ത കണ്ണിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. ഇടത് കണ്ണിൽ നിന്നും രക്തം ഒഴുകുന്നതോടുകൂടിയിട്ട് കണ്ണപ്പന് പിന്നെ മരുന്നുകളൊന്നും ചെയ്യാനില്ല, കാരണം പരാജയപ്പെട്ടതാണല്ലോ. അപ്പൊ എന്ത് വന്നാലും ഭഗവാന്റെ കണ്ണിന് പകരം. അപ്പൊ ഈ കണ്ണില്, വലത് കണ്ണിൽ തന്റെ കണ്ണ് വെച്ചതോടുകൂടി ആ കണ്ണിലെ രക്തപ്രവാഹം നിലച്ചിരുന്നു. അപ്പൊ മനസ്സിലായി ഇനി തന്റെ ഈ കണ്ണും കൊടുത്താൽ ആ കണ്ണും ശരിയാവുമെന്ന്. അങ്ങനെ തന്റെ ഇടത് കണ്ണും സമർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് അമ്പെടുത്ത് അതിനെയും ഇങ്ങനെ ചൂഴാനായിട്ട് പുറപ്പെട്ടപ്പോ കണ്ണപ്പന് തന്നെ തോന്നി, അല്ല, ഞാൻ ഈ കണ്ണ് ചൂഴ്ന്നെടുത്താൽ എവിടെയാ കൊണ്ട് വെക്കുക അറിയില്ലല്ലോ, അടയാളം വെക്കണ്ടേ. അതിനുവേണ്ടി തൻ്റെ കാലിൻ്റെ പെരുവിരൽ ഭഗവാന്റെ ഇടത് കണ്ണിന്റെ അവിടെ ചവിട്ടിപ്പിടിച്ചു. ഇടത് കാലെടുത്ത് ഭഗവാന്റെ ലിംഗത്തിൽ വെച്ച് ഭഗവാന്റെ കണ്ണിന്റെ സ്ഥാനത്തൊന്ന് അടയാളമായിട്ട് തൻ്റെ പെരുവിരൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഇത് ചൂഴ്ന്നെടുത്തത് തൻ്റെ കാലിന്റെ അടുത്തേക്ക് കൊണ്ടുവച്ചാൽ മതിയല്ലോ, ആ സ്ഥാനത്ത് കൊണ്ടുവച്ചാൽ മതിയല്ലോ, അതിനുവേണ്ടി അടയാളം പിടിച്ചതാണ് ഈ കാലുകൊണ്ട്. അപ്പൊ ആ കാലിൽ ചെരുപ്പ് ഉണ്ടായിരുന്നിരിക്കാൻ ചിലപ്പോൾ, ആ ചെരുപ്പോടുകൂടെ ചവിട്ടിപ്പിടിച്ചു. അങ്ങനെ ഭഗവാന്റെ ആ ഭ്രൂമധ്യത്തിൽ കാല് വെച്ചുകൊണ്ട്
കണ്ണ് ചൂഴ്ന്നെടുക്കാനായിട്ട് പുറപ്പെടുകയാണ്. ഭഗവാൻ ഭക്തവാത്സല്യൻ ക്ഷിപ്രപ്രസാദിയായിരിക്കുന്ന ഭഗവാൻ അനുവദിച്ചില്ല. അപ്പൊ തന്നെ ആ ശിവലിംഗത്തിൽ നിന്ന് ഭഗവാൻ പ്രത്യക്ഷനായി കണ്ണപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണപ്പനെ തടഞ്ഞ് കണ്ണപ്പനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു എന്നാണ്. നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു, നിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള എന്നോടുള്ള പ്രേമം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എത്ര ആഴത്തിലുള്ളതാണ് നിനക്ക് എന്നോടുള്ള പ്രേമം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണപ്പനെ ഭഗവാൻ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. കണ്ണപ്പനെ ഭഗവാൻ കൊണ്ടുപോയി എന്നാണ് കഥ പറയുന്നത്. ഭഗവാന്റെ കൂടെ സായുജ്യ മുക്തി കൊടുത്ത് ഭഗവാൻ കൊണ്ടുപോയി. കണ്ണപ്പൻ അദൃശ്യനായി. അപ്പൊ ഈ ബ്രാഹ്മണന്മാർക്ക് പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഇവരുടെ ഈ കാട്ടിക്കൂട്ടൽ പൂജകളെക്കാൾ, ഈ ഫോർമാലിറ്റീസിനേക്കാൾ ഭഗവാന് വേണ്ടത് ഹൃദയമാണ്. ഭക്തന്റെ ഹൃദയമാണ്, മനസ്സാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത്. അതിലാണ് ഭഗവാൻ സന്തോഷിക്കുന്നത്. അല്ലാതെ കൊടുക്കുന്ന ദ്രവ്യങ്ങളോ ചെയ്യുന്ന ആചാരങ്ങളോ ആ ജാടകളോ വഴിപാടുകളോ ഒന്നും അല്ല പ്രധാനം. മനസ്സ് ഭഗവാന് സമർപ്പിക്കുക, ഭഗവാൻ അതിൽ പ്രസാദിക്കും എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തതായിട്ടുള്ള ഒരു കഥയാണ് ഈ പെരിയ പുരാണം പറയുന്ന കണ്ണപ്പ നായനാരുടെ കഥ. അതാണ് ഇവിടെ പറയുന്നത്. ഭക്തി കിം ന കരോതി, ഭക്തി എന്തു തന്നെ ചെയ്യുന്നില്ല. അഹോ വനചരോ ഭക്താവതംസായതേ, ഇവ ഒരു കാട്ടാളൻ, ആശ്ചര്യം തന്നെ, ഭക്തന്മാരിൽ ശ്രേഷ്ഠനായി ഭവിച്ചുവല്ലോ, ഉത്തമനായി ഭവിച്ചുവല്ലോ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം ചെയ്ത പൂജയാണ് ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞത്. മാർഗാവർത്തിത പാതുക പശുപതേഹേ അംഗസ്യ കൂർച്ചായതേ, വഴിതോറും നടന്നു തേഞ്ഞതായിട്ടുള്ള ചെരുപ്പ് ഭഗവാന്റെ ശരീരം വൃത്തിയാക്കുന്ന ആ ദർഭ കൊണ്ടുള്ള ചൂലിന്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഇനി ഇവിടെ ഈ പശുപതേർ അംഗസ്യ കൂർച്ചായതേ എന്ന് പറയുന്നതിന് വേറെ പല വ്യാഖ്യാതാക്കളും ആ നെറ്റിയിൽ കാലെടുത്ത് വെച്ചതിനെയാ പറയുന്നത്. വാസ്തവത്തിൽ അവിടെ ആ അർത്ഥമല്ല. ശരിക്കുള്ള അർത്ഥം കൂർച്ഛം എന്ന് പറഞ്ഞാൽ ദർഭ കൊണ്ടുള്ള ചൂല് എന്നാണ്. അത് ചെരുപ്പ് ചൂല് പോലെ ഉപയോഗിച്ചത് എന്നർത്ഥത്തിൽ തന്നെയാണ്. അല്ലാതെ ഭ്രൂമധ്യത്തിൽ പിടിച്ചതിനെ അർത്ഥമാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭഗവാന്റെ ശരീരം വൃത്തിയാക്കാനുള്ള ചൂലായി ഉപയോഗിച്ചു ചെരുപ്പ്. ഗണ്ഡൂഷാംബു നിഷേചനം പുരരിബോഹോ ദിവ്യ അഭിഷേകായതേ, വായിൽ കുലുക്കുഴിഞ്ഞു തുപ്പിയതായിട്ടുള്ള വെള്ളം ഭഗവാന് ദിവ്യമായ അഭിഷേകമായി ഭവിക്കുന്നു. കിഞ്ചിത് ഭക്ഷിത മാംസശേഷ കബളം നവ്യോപഹാരായതേ, വായിലിട്ട് ചവച്ചരച്ച് തുപ്പിക്കൊടുക്കുന്നതായിട്ടുള്ള ആ ശിഷ്ടം, ആ മാംസ ഭക്ഷണം ഭഗവാന് നവ്യമായ ഉപഹാരമായി ഭഗവാൻ സ്വീകരിക്കുന്നു. ഭക്തി കിം ന കരോതി അഹോ വനചരോ ഭക്താവതംസായതേ. അപ്പോ ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങൾ, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഇതുപോലെയുള്ള എത്ര കഥകൾ, ഇപ്പൊ ശിവപുരാണത്തിൽ തന്നെ എത്രയോ കഥകൾ ഇതുപോലെയുള്ളത് കാണാം. നമ്മുടെ ശ്രീരാമന്റെ ശബരി ആശ്രമ പ്രവേശമൊക്കെ നോക്കിയാൽ അല്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരത്തില് ഗോപികമാരുടെ വെണ്ണ തിന്നാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടുന്നു ഭഗവാൻ. അതുപോലെ വിതുരന്റെ ഗൃഹത്തിൽ ചെന്ന് പഴത്തൊലി ഭക്ഷിച്ച കഥയുണ്ട്. അങ്ങനെ എന്തെല്ലാം ലീലകൾ ഭഗവാൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓരോ കഥകൾ എടുത്തു നോക്കിയാൽ ഭഗവാന് ഭക്തിയാണ് പ്രധാനം, അല്ലാതെ ജാടകളല്ല. നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഫോർമാലിറ്റീസ് ഒക്കെ നമ്മളെ ശ്രദ്ധയുണ്ടാക്കാൻ സഹായിക്കും. എന്നിട്ട് ശ്രദ്ധയുണ്ടായില്ലെങ്കിലോ ആ ഫോർമാലിറ്റീസ് മാത്രം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ വേണ്ടത് ഹൃദയമാണ്, ഭഗവാന് വേണ്ടത് ഭക്തിയാണ്. നമ്മുടെ മനോഭാവമാണ് ഭഗവാൻ നോക്കുന്നത്. നമുക്ക് എത്രത്തോളം ഭഗവാനോട് പ്രേമമുണ്ട്, ഭക്തിയുണ്ട്, സമർപ്പണ ഭാവമുണ്ട്, ഇതാണ് പ്രധാനം. ഇങ്ങനെയുള്ള അപ്പൊ ഭഗവാന് ഇവിടെ ശങ്കരാചാര്യരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ ശങ്കരാചാര്യാണ് ബ്രാഹ്മണനായിട്ടും മറ്റൊക്കെ നിന്ദിക്കുന്നത് ആളുകൾ, മൂഢജനങ്ങള്. ഇതൊന്ന് വായിച്ചാ പോരെ ശങ്കരാചാര്യര് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്? വേണമെങ്കിൽ വേറെ പെരിയ പുരാണത്തിൽ എത്ര കഥകളുണ്ട്, അതൊന്നും പറയാതെ ഇത് മാത്രം എടുത്ത് പറയണമെങ്കിലോ? അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജാതിബോധം ഉണ്ടെങ്കിൽ ഇത് പറയോ? ഈ കഥ ഹൈലൈറ്റ് ചെയ്യോ? ശങ്കരാചാര്യാണ് ഈ കഥ എടുത്തിട്ട് ഇന്നും ലോകം മുഴുവൻ പ്രശസ്തമാക്കിയതും. അല്ലെങ്കിൽ ഈ കഥ ആരും അറിയാതെ കടന്നേനെ. അപ്പൊ ഈ കണ്ണപ്പ നായനാരുടെ കഥ ഇന്ന് ലോകം അറിയുന്നുണ്ടെങ്കിൽ അത് ശിവാനന്ദ ലഹരിയിലൂടെയാണ്.
അല്ലാതെ പെരിയ പുരാണം എല്ലാവരും വായിക്കുന്നില്ല. ശിവാനന്ദ ലഹരി ലോക പ്രശസ്തമാണ്. അപ്പൊ ശങ്കരാചാര്യരുടെ ഒരു ഉദാര വീക്ഷണം, വിശാല വീക്ഷണം, അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചണ്ടാളൻ കാശിയിൽ വെച്ച് വന്നതായുള്ള സമയത്ത് ഗച്ച ഗച്ച എന്ന് പറഞ്ഞ സന്ദർഭവും ആ ചണ്ടാളൻ തിരിച്ച് 2 ചോദ്യം ചോദിച്ചതായുള്ള സന്ദർഭത്തില് എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം ആരായിക്കോട്ടെ, ചണ്ടാളനായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, അദ്ദേഹം എന്റെ ഗുരുവാണ് എന്നതാണ് എന്റെ ഉറച്ച ബുദ്ധി എന്ന് പറഞ്ഞ 5 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ച് നമസ്കരിച്ച മനീഷ പഞ്ചകം എന്ന ആ പഞ്ചകം രചിച്ച് അങ്ങനെ പറയുന്ന ഒരു മഹാൻ, ചണ്ടാളോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്ന ഓരോ ശ്ലോകത്തിലും അവസാനം പറഞ്ഞ് നമസ്കരിച്ച് ആ ചണ്ടാളൻ രൂപത്തിൽ വന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെ എന്ന് ബോധ്യമായിരിക്കുന്ന ആ ശങ്കരാചാര്യർക്ക് ജാതി ചിന്തയുണ്ടോ? അദ്ദേഹം എല്ലാറ്റിനും അതീതനായിരുന്നു. പക്ഷെ അദ്ദേഹത്തില് ഇപ്പോഴും ബ്രാഹ്മണ്യം ആരോപിച്ചുകൊണ്ട് മൂഢജനങ്ങള് അദ്ദേഹത്തെ വിമർശിക്കുന്നവരുണ്ട്, അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അദ്ദേഹം ബ്രാഹ്മണനായി പോയത് കൊണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെ നാരായണ ഗുരുദേവനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. വാസ്തവത്തിൽ നാരായണ ഗുരുദേവന് തന്നെ സങ്കടമാവും ശങ്കരാചാര്യരെ എങ്ങനെ ഒതുക്കിയാൽ. നാരായണ ഗുരുദേവൻ പിന്തുടരുന്നത് ശങ്കരനെയാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ശങ്കരമാർഗമാണ് നാരായണ ഗുരുദേവനും പിന്തുടർന്നിട്ടുള്ളത്. രണ്ടുപേരും 2 അവതാര പുരുഷന്മാർ തന്നെയാണ്, 2 ഋഷി തുല്യന്മാർ തന്നെയാണ്. രണ്ടുപേരും നമുക്ക് 2 കണ്ണുകളെ പോലെയാണ്. ശങ്കര നാരായണന്മാർ കേരളത്തിന്റെ 2 മഹാത്മാക്കളാണ്, 2 കാലങ്ങളിൽ അവതരിച്ച മഹാപുരുഷന്മാർ. അവരെ താരതമ്യം ചെയ്യാൻ പാടുള്ളതല്ല. ഒരാൾ ചെറുത് ഒരാൾ വലുതെന്ന് പറയാൻ പാടില്ല. മുമ്പേ ജനിച്ചത് ശങ്കരാചാര്യരും വഴി കാട്ടിയത് ശങ്കരാചാര്യരുമായതുകൊണ്ട് ഗുരുസ്ഥാനീയൻ ശങ്കരാചാര്യർ തന്നെയാണ്. ആ ശങ്കരാചാര്യരെ എങ്ങനെയെങ്കിലും സൈഡ് ലൈൻ ചെയ്ത് ശങ്കരാചാര്യയെ നിന്ദിച്ച് ശങ്കരാചാര്യരുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കാനുള്ള ശ്രമമാണ് മറ്റുള്ള ദുഷ്ട ബുദ്ധികളുള്ളതായിട്ടുള്ള ആളുകളുടെയൊക്കെ ഉദ്ദേശ്യം. ശങ്കര വിമർശകന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഉദ്ദേശ്യം ശങ്കരാചാര്യരുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കുക, അദ്ദേഹത്തിന്റെ ഗുരുത്വത്തെ ലഘൂകരിക്കുക. അതാണ് അവർക്ക് ലക്ഷ്യം. ആ ശങ്കര സിദ്ധാന്തങ്ങൾ, ശങ്കര തത്വങ്ങൾ, അതിനോട് ജനങ്ങളുടെ ആഭിമുഖ്യത്തെ ഇല്ലാതാക്കുക, അതാണ് അവരുടെ ശ്രമം. അപ്പൊ ഈ ഇങ്ങനെയുള്ള മഹാനായിട്ടുള്ള ആദിശങ്കരനെ നമ്മളൊക്കെ തിരിച്ചറിയണം. ഈ വെറും ഒരു കാട്ടാളന്റെ കഥ പറഞ്ഞ് ഭക്തിയുടെ മഹത്വം എടുത്തു പറഞ്ഞ്, അതുപോലെ ചണ്ടാളന്റെ കഥ സ്വയം താൻ തന്നെയാണ് ആ മനീഷ പഞ്ചകം എഴുതിയില്ലെങ്കിൽ ആരറിയാനാണ് ഈ കഥ? സ്വയം തൻ്റെ ചരിത്രം താൻ തന്നെ എഴുതി വെച്ചതാണ് അവിടെ, വേറെ ആർക്കറിയാം ആ കഥ? അപ്പൊ ചണ്ടാളനെ മാറി നിൽക്ക് എന്ന് പറഞ്ഞതും താൻ തന്നെ, സ്തുതിച്ചതും താൻ തന്നെ. ആ മാറി നിൽക്കുക പറഞ്ഞതിനെ മാത്രമേ ഈ വിമർശകന്മാര് കാണുന്നുള്ളൂ, സ്തുതിച്ചതും നമസ്കരിച്ചതും കാണുന്നില്ല. അപ്പോ എല്ലാവരും നമ്മൾ വിവേകമുള്ളവരായിരിക്കണം. കാര്യങ്ങളെ വേണ്ട രീതിയിൽ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ കാണണം, സത്യസന്ധമായി മനസ്സിലാക്കണം. ശങ്കരാചാര്യരുടെ മഹിമ നമ്മൾ തിരിച്ചറിയണം, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ ഈ കേരളത്തിന്റെ പ്രഥമപുത്രൻ ശങ്കരനാണ്, ബാക്കി എല്ലാവരും അത് കഴിച്ചേ ഉള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കണം. ശങ്കരൻ കഴിച്ചേ ഉള്ളൂ, ഭാരതത്തിൽ തന്നെ ഒരു പുത്രൻ, പിന്നെയല്ലേ കേരളത്തില് ഭാരതത്തിന്റെ പ്രഥമപുത്രൻ ശങ്കരനാണ്. ഇന്ന് ഭാരതമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യത്തെ ബേസ് ഇട്ടത് ശങ്കരാചാര്യരാണ്. പിന്നീട് പല മഹാത്മാക്കളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ശിവജിയുടെ സിംഹാസന ആരോഹണ ദിവസം നമ്മൾ ആഘോഷിച്ചു. തീർച്ചയായിട്ടും ക്ഷത്രിയ ഭാവത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു മഹാനാണ് ശിവജി. ഭാരതത്തിന്റെ സ്വാഭിമാനത്തെ വീണ്ടെടുത്ത ഒരു മഹാനാണ് ശിവജി. അത് അടുത്ത കാലത്താണ്. അതിനൊക്കെ മുമ്പേ അടിത്തറയിട്ടതായിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ കൊണ്ട് വേണ്ടതായിട്ടുള്ള ഭദ്രമായിട്ടുള്ള അടിത്തറയിട്ട ആ ആചാര്യനെ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഭാരതത്തിന്റെ നമ്പർ 1 പുത്രൻ ആദിശങ്കരനാണ്, കേരളത്തിന്റെ പ്രഥമ പുത്രൻ ആദിശങ്കരനാണ്. അത് കഴിച്ചേ ഉള്ളൂ, ബാക്കി ആരും.
അത് നമ്മൾ തിരിച്ചറിയണം. അത് നാരായണ ഗുരുദേവനോട് ചോദിച്ചാലും അദ്ദേഹം അത് തന്നെയേ പറയുള്ളൂ. നാരായണ ഗുരുദേവൻ ശങ്കരന്റെ മറ്റൊരു അവതരണം, ഒരു അവതാരം തന്നെയായിരുന്നു. ഭേദമില്ല നമുക്ക്. അപ്പൊ നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടെ വായിച്ച് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കും. സമയം വൈകി. മാർഗവർത്തിത പാദുകാ പശുപതേഃ അംഗസ്യ കൂർച്ഛായതേ ഗണ്ഡൂഷാംബുനിഷേചനം പുരരിപോഃ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിതമാംസശേഷകബളം നവ്യോപഹാരായതേ ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവതം സാജതേ. ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവതം സാജതേ. ഹരി ഓം. നാളെ തുടരാം. നാളെ രാവിലെ 8 മണിക്ക് പഞ്ചാക്ഷര സ്തോത്രം, 10:30 മണിക്ക് ശിവാനന്ദ ലഹരി തുടരാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.